ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് പുതിയൊരു ഡ്രാമ കണ്ടാലോ? ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. എല്ലാവരും ഡ്രാമയുടെ ഫുൾ വീഡിയോ എന്നോട് ചോദിക്കാറുണ്ട്, പക്ഷെ ആരും തന്നെ അത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാറില്ല. ഇപ്രാവശ്യം എന്തായാലും ഈ ഡ്രാമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഡ്രാമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. അവിടെ നമ്മുടെ ഹീറോയിൻ പ്രഗ്നൻ്റ് ആയ സി ഉണ്ടായിരുന്നു. ഡോക്ടർ അവളോട് അവളുടെ ഹസ്ബൻഡ് എന്തിയെ, ഇന്ന് തന്നെ അവളുടെ ഹസ്ബൻഡിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ പേപ്പറിൽ സൈൻ ചെയ്യണം, നിനക്ക് ഇന്ന് തന്നെ ഡെലിവറി ഉണ്ടെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറയുന്നു. അപ്പോഴേക്കും നേഴ്സ് പറയുന്നുണ്ട്, ഈ പെൺകുട്ടി ഇതുവരെ വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഡോക്ടർ ആകെ അന്തം വിടുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നിന്റെ ഫാമിലി മെമ്പേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഈ ഫോമിൽ സൈൻ ചെയ്യണമെന്ന് ഡോക്ടർ നിർബന്ധിക്കുമ്പോൾ അവളാവട്ടെ വാഷ്റൂമിലേക്ക് പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് വാഷ്റൂമിലേക്ക് പോയിട്ട് അവളുടെ അമ്മയെ വിളിക്കുന്നു. ഹീറോയിൻ അവളുടെ അമ്മയെടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഹീറോയിൻ്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റുന്നു. അവളുടെ അമ്മയ്ക്ക് ആക്സിഡന്റ് ഉണ്ടായെന്ന് മനസ്സിലാക്കി ആ ഷോക്കിൽ തന്നെ ഹീറോയിന് ഡെലിവറി പെയിൻ വരുന്നു. ആ റെസ്റ്റ് റൂമിൽ തന്നെ അവൾ ആ കുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്യുന്നു. അവിടെ നിന്ന് കട്ടിയിട്ട് നമ്മുടെ ഡ്രാമയുടെ ഹീറോയെ ഗൂബിനെയാണ് കാണിക്കുന്നത്. ഹീറോയുടെ മുത്തശ്ശൻ അവനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വലിയൊരു കമ്പനിയുടെ CEO ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഒരു അനന്തരാവകാശിയെ കിട്ടണമെങ്കിൽ ഞാൻ തരുന്ന ഈ ദൈവത്തിന്റെ ബിംബം വെച്ച് എന്നും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നു. അപ്പോഴേ നമ്മുടെ വീട്ടിലേക്ക് ഒരു അനന്തരാവകാശിയെ കിട്ടത്തുള്ളൂ എന്ന് മുത്തശ്ശൻ പറയുന്നു. എൻ്റെ പൊന്നു മുത്തശ്ശ, എനിക്കൊരു ഭാര്യ പോലും ഇല്ല, പിന്നെങ്ങനെ ഞാൻ നിങ്ങൾക്ക് ഒരു അനന്തരാവകാശിയായ കുഞ്ഞിനെ തരുന്നതെന്നൊക്കെ ഹീറോ ചോദിക്കുന്നുണ്ട്. ഒരു കാര്യം ചെയ്യും, മുത്തശ്ശൻ തന്നെ വിവാഹം കഴിച്ച് കുറേ കുട്ടികൾക്ക് ജന്മം നൽകുമെന്ന് പറയുന്നു. അപ്പോൾ വീട്ടിലേക്ക് അനന്തരാവകാശിയായല്ലോ. നീ എന്ത് ഭ്രാന്താടാ ഈ പറയുന്നതെന്ന് വെച്ച് മുത്തശ്ശൻ അയാളുടെ കയ്യിലെ സ്റ്റിക്ക് കൊണ്ട് അവനെ അടിക്കാനിരിക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലെ ജോലിക്കാരി വന്നിട്ട് അവരുടെ സിറ്റൗട്ടിൽ ഒരു കുഞ്ഞിനെ കിടത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. ഇത് കേട്ടതും ഹീറോയും മുത്തശ്ശനും വല്ലാതെ ഷോക്കാവുന്നു. അതിനുശേഷം മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിൻ സി ഉണ്ടല്ലോ, ആ കുഞ്ഞിനെ പ്രസവിച്ചായിരുന്നല്ലോ, ആ കുഞ്ഞിനെ ഹീറോയുടെ വാതിൽ പടിക്കൽ കൊണ്ടുവയ്ക്കുകയാണ്. ഹീറോ ആണ് ആ കുഞ്ഞിന്റെ അച്ഛൻ. സി ആവട്ടെ കുഞ്ഞിനോട് പറയുന്നുണ്ട്, നിന്റെ മുത്തശ്ശിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിരിക്കുകയാണ്, അതുമാത്രമല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടിയാണ്, എനിക്ക് നിന്നെ വളർത്താനുള്ള കെൽപ്പൊന്നും ഇപ്പോൾ ഇല്ല, നിന്റെ അച്ഛൻ വളരെ ധനികനാണ്, അദ്ദേഹം നിന്നെ പൊന്നുപോലെ നോക്കിക്കോളുമെന്ന് പറഞ്ഞ് കുഞ്ഞിന്റെ കവിളിൽ ഒരു മുത്തവും കൊടുത്ത് അവള് കുഞ്ഞിനെ ആ വാതിൽ പടിക്കൽ വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ ഹീറോയും മുത്തച്ഛനും കൂടി വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് വാതിൽ പടിക്കൽ തന്നെ കുഞ്ഞുണ്ടായിരുന്നു. ഹീറോ ആവട്ടെ ജോലിക്കാരിയുടെ ആ കുഞ്ഞിനെ ഉടനടി തന്നെ എടുക്കാൻ പറയുന്നുണ്ട്. ഈ സമയത്ത് മുത്തച്ഛൻ പറയുന്നുണ്ട്, കണ്ടോ ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ എന്നോട് പറഞ്ഞല്ലേ, ദൈവം തന്നെ ഇപ്പോൾ പഠിക്കല്ലേ കുഞ്ഞിനെ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോ ചോദിക്കുന്നുണ്ട്, ഈ മുത്തശ്ശൻ എന്ത് വിഡിത്തായി പറയുന്നേ, ഇത് എൻ്റെ കുട്ടിയൊന്നും അല്ല എന്ന് ഹീറോ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നിന്റെ കുട്ടിയല്ലെങ്കിൽ പിന്നെ എൻ്റെ കുട്ടിയാണോ എന്ന് ചോദിച്ച് അയാൾ ചിരിക്കുന്നുണ്ട്. ഈ സമയത്തും ചിലപ്പോൾ ആയിരിക്കാമെന്ന് ഹീറോ പറയുമ്പോൾ അവനിട്ടൊരടി കൊടുക്കുന്നുണ്ട്. ഇത് നിന്റെ തന്നെ കുട്ടിയാണെന്ന് മുത്തശ്ശൻ തറപ്പിച്ച് പറയുന്നു. ഈ സമയത്താണ് തറയിൽ കിടക്കുന്ന രക്തം അവർ കാണാനിടയാവുന്നത്. കുഞ്ഞിന് മുറിവുകൾ വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് ഓർത്ത് മുത്തശ്ശൻ വല്ലാതെ വ്യാകുലതപ്പെടുന്നു. അതിനുശേഷം ജോലിക്കാരിയോട് കുഞ്ഞിന് മുറിവുകളോ ചതവുകളോ വല്ലതും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കാൻ പറയുന്നു. എന്നാൽ കുഞ്ഞിനൊരു കുഴപ്പവുമില്ല എന്ന് ജോലിക്കാരി പറയുന്നു. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇത് ശരിക്കും കുഞ്ഞിനെ പ്രസവിച്ച അമ്മയുടെ ആയിരിക്കും, അവള് പ്രസവിച്ച ഉടനെ തന്നെ കുഞ്ഞിനെ ഇവിടെ വെച്ചിട്ട് പോയായിരിക്കാം എന്നൊക്കെ. അതിനുശേഷം ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയിന് ഒരു ബാറിൽ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അവളൊരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, പോക്കറ്റ് മണിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലിക്കിടെ കുറച്ച് പ്രശ്നക്കാരായ പയ്യന്മാരാവട്ടെ അവളുടെ വായിലേക്ക് നിർബന്ധപൂർവ്വം മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. അവൾ എത്ര തടഞ്ഞിട്ടും അവരത് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഹീറോ അങ്ങോട്ടേക്ക് വന്നിട്ട് ദേഷ്യത്തോടെ, നീയൊക്കെ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ അവന്മാരാവട്ടെ, ഇവൻ ഗോ കമ്പനിയുടെ CEO അല്ലേ, ഇവനുമായിട്ടൊരു പ്രശ്നമുണ്ടാവുന്നത് ഇപ്പോൾ നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് ഉടനടി തന്നെ അവിടുന്ന് മാപ്പ് പറഞ്ഞിട്ട് ഓടിപ്പോകുന്നു. അവരൊക്കെ പോയതിനു ശേഷം സി ആവട്ടെ ഹീറോ എടുത്ത് താങ്ക്സ് പറയുന്നുണ്ട് അവളെ ഹെൽപ്പ് ചെയ്തതിന്. പക്ഷേ ഈ സമയത്ത് ഹീറോയ്ക്ക് എന്തോ ഒരു ബോധക്കേട് അനുഭവപ്പെടുന്നു. ഉടനടി തന്നെ അയാളെ മുറിയിലേക്ക് കൊണ്ടുപോകാൻ ഹീറോയിനോട് അയാൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ ഗോപിനെ ഹീറോയിനാവട്ടെ മുറിയിലേക്ക് എത്തിക്കുന്നു. ഗോപിന്റെ ശരീരത്തിൽ ഓൾറെഡി ഡ്രഗ്സ് കലർന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഹീറോയിന്റെ ശരീരത്തിലും മദ്യം എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇരുവർക്കും കൺട്രോൾ നഷ്ടപ്പെടുകയും ഹീറോ അവളെ കിസ് ചെയ്യും. അങ്ങനെ അവളെ കിസ് ചെയ്യുകയും അവർ രാത്രി സ്പെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഹീറോ ആവട്ടെ ഉടനടി തന്നെ ആ കുട്ടിയുടെ DNA ടെസ്റ്റ് എടുക്കണമെന്നും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബ്ലഡ് വെച്ച് ആ കുഞ്ഞിന്റെ അമ്മ ആരാണെന്ന് കണ്ടെത്തുമെന്നും മുത്തശ്ശൻ്റെ അടുത്ത് പറയുന്നു. ഹീറോയിൻ ഈ സമയം കൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ എത്തിയിരുന്നു. അവള് കുഞ്ഞിനെ പറ്റി തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരുന്നത്. തന്റെ കുഞ്ഞിന് നല്ല സുഖകരമായ ഒരു ജീവിതം കൊടുക്കാൻ തനിക്ക് സാധിക്കുകയില്ല, അതുമാത്രമല്ല എന്റെ കൂടെ ഇരുന്നാൽ കുഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുകയും ചെയ്യും. ഇപ്പോൾ അവളുടെ അച്ഛന്റെ വീട്ടിലാണുള്ളത്. പണക്കാരനായ അദ്ദേഹം തന്റെ കുഞ്ഞിനെ പൊന്നുപോലെ നോക്കുമെന്ന് ആലോചിച്ച് അവൾ ആശ്വസിക്കുന്നു. ഈ സമയത്ത് ഒരു നേഴ്സ് അവളോട് ചോദിക്കുന്നുണ്ട്, നിന്റെ അമ്മയും ഈ ഹോസ്പിറ്റലിൽ തന്നെയല്ലേ അഡ്മിറ്റ് ചെയ്തത്, അവർക്ക് കോൺഷ്യസ്നെസ് വന്നിട്ടുണ്ട്, അവരെ പെട്ടെന്ന് തന്നെ ചെന്ന് കാണാൻ. ഹീറോയിനാവട്ടെ അമ്മയെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന മുറിയിലേക്ക് ചെന്നിട്ട് അവർക്ക് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കുന്നു. എന്നാൽ അവർ പറയുന്നുണ്ട്, തനിക്കിനി സമയം അധികമായിട്ടില്ല,
അവളെ വിട്ട് പോകാനുള്ള സമയമായി എന്ന്. എന്നെ പോലെ തന്നെ നീയും ഒരു സിംഗിൾ മദറായിട്ട് ഇരിക്കാനാണോ പോകുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് സീസി പറയുന്നുണ്ട്, ഞാൻ കുഞ്ഞിനെ അവളുടെ അച്ഛൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ടെന്ന്. അമ്മ എന്നെ വിട്ടുപോലെന്ന് അവൾ ഒരുപാട് തവണ പറയുന്നുണ്ട്. അവരുടെ ശ്വാസം കുറേശ്ശെ വിട്ടുപോകുന്നുണ്ടായിരുന്നു. ആ സമയം അവർ പറയുന്നുണ്ട്, എനിക്കിനി അധിക നേരം ആയുസില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജെയ്ഡ് പെൻഡന്റ് അവളുടെ കയ്യിലേക്ക് കൊടുത്തിട്ട്, ഞാൻ മരിച്ചതിന് ശേഷം നീ നിന്റെ അച്ഛനെ കണ്ടുപിടിച്ച് അദ്ദേഹത്തോടൊപ്പം താമസിക്കണമെന്ന്. അങ്ങനെ ഹീറോയിന്റെ അടുത്ത് അവളുടെ അച്ഛന്റെ പേര് പറയാൻ പോകുന്നുണ്ടെങ്കിലും ഈ സമയത്ത് അവളുടെ അമ്മ മരിച്ചു പോകുന്നു. ഹീറോയിന് ശരിക്കും അവളുടെ അച്ഛൻ ആരാണെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ അത് പറയാതെ തന്നെയാണ് അവളുടെ അമ്മ മരിച്ചിരിക്കുന്നതും. ഈ സമയത്ത് വീട്ടിലിരിക്കുന്ന ഹീറോയുടെ അടുത്തേക്ക് അസിസ്റ്റന്റ് DNA റിപ്പോർട്ടുമായി വരുന്നുണ്ട്. അങ്ങനെ ഹീറോ ആവട്ടെ ആ റിപ്പോർട്ട് തുറന്നു നോക്കുമ്പോൾ ആ കുഞ്ഞ് അയാളുടെ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. കുഞ്ഞ് തന്റേതാണെന്ന് മനസ്സിലാക്കിയ CEO ആവട്ടെ ഉടനടി തന്നെ അസിസ്റ്റന്റിലൂടെ കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അസിസ്റ്റന്റ് ആവട്ടെ സംശയത്തോടെ അയാളോട് ചോദിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ അമ്മയെ നിങ്ങൾ വിവാഹം കഴിക്കാൻ പോവുകയാണോന്ന്. അപ്പോൾ അയാളും പറയുന്നുണ്ട്, തീർച്ചയായും ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. എനിക്ക് ഇത്രയും സുന്ദരിയായ ഒരു മകളെ തന്നില്ലേ, അതുകൊണ്ട് തന്നെ ഉടനടി അവളെ കണ്ടുപിടിച്ചാൽ വിവാഹം കഴിക്കുമെന്ന്. ഹീറോയിനാവട്ടെ അവളുടെ അമ്മയുടെ അസ്ഥിയുമായി പോവുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനോട് അവളുടെ അമ്മയ്ക്കായി ഒരു കല്ലറ പണിയണമെന്ന് പറയുന്നു. അപ്പോൾ 1 ലക്ഷം രൂപ വരെ അതിന് ചിലവ് വരുമെന്ന് അയാൾ പറയുന്നുമുണ്ട്. അവളുടെ ഫോണിൽ നോക്കുമ്പോൾ മതിയായ പണം അവളുടെ പക്കലില്ലായിരുന്നു. പണം ശേഖരിച്ചതിന് ശേഷം ഉടനടി തന്നെ വരാമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഹീറോ ആവട്ടെ തന്റെ കുഞ്ഞിന്റെ അമ്മയ്ക്കായിട്ട് ഒരുപാട് ഓർണമെന്റ്സും അതുപോലെ തന്നെ വസ്ത്രങ്ങളുമൊക്കെ വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഹീറോയിനാവട്ടെ ഈ സമയം കൊണ്ട് തന്നെ അവളുടെ പ്രൊഫസറുടെ അടുത്തെത്തി തനിക്കൊരു ജോലി ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുന്നു. പ്രൊഫസർ അവളോട് പറയുന്നുണ്ട്, നീ വളരെ നന്നായി പഠിക്കുന്ന ഒരു കുട്ടിയായിരുന്നു. എന്നിരുന്നാലും നിന്റെ സിറ്റുവേഷൻ എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിനക്ക് ഞാൻ ഗൂ കമ്പനിയിലേക്ക് ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ തന്നുവിടാം. റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി തന്നെ അവൾക്ക് ജോലി ലഭിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ സംശയത്തോടെ തന്നെ ചോദിക്കുന്നുണ്ട്, ഗൂ കമ്പനിയിലെ CEO ഗൂബിൻ അല്ലേ എന്ന്. അയാൾ വളരെ നല്ലവനാണെന്ന് പറഞ്ഞ് റെക്കമെൻഡേഷൻ ലെറ്റർ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എങ്ങനെയും ആ കമ്പനിയിൽ ജോലി വാങ്ങിച്ചിട്ട് തന്റെ അമ്മയ്ക്ക് ഒരു കല്ലറ കെട്ടണമെന്ന് അവൾ തീരുമാനിക്കുന്നു. അങ്ങനെ അവൾ ഗൂബിന്റെ കമ്പനിയിലേക്ക് പോകുന്നുണ്ട്. മാനേജർ അവളുടെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടേക്ക് ആരെയും അങ്ങനെ എളുപ്പത്തിൽ കയറ്റി വിടുന്നതല്ല. നിന്റെ പ്രൊഫസറുടെ റെക്കമെൻഡേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിന്നെ ഇവിടെ ജോലിക്ക് എടുക്കുന്നത്. നീ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത് കൊണ്ട് തന്നെ നിന്നെ വെയർഹൌസിലേക്കാണ് ജോലിക്ക് എടുത്തിരിക്കുന്നത്. അതുമാത്രമല്ല മാസം നിനക്ക് 30,000 രൂപയാണ് ശമ്പളം എന്നവർ പറയുന്നു. ഇത് കേട്ടത് ഹീറോയിന് വളരെ സന്തോഷമാവുന്നുണ്ട്. കുറച്ച് നാളുകൾ കൊണ്ട് തന്നെ അവളുടെ അമ്മയ്ക്ക് ഒരു കല്ലറ കെട്ടാമെന്ന് ഓർത്തിട്ടാണ് അവൾക്ക് ഇത്രയും സന്തോഷമാവുന്നത്. ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ഹീറോയിന്റെ വീട്ടിലെ വേലക്കാരിയാവട്ടെ ആ കുഞ്ഞിനെയും കൊണ്ട് ഓഫീസിലേക്ക് വരുന്നുണ്ട്. ജോലിക്കാരി അയാളോട് പറയുന്നുണ്ട്, നിങ്ങളുടെ കുഞ്ഞ് ഭയങ്കര കരച്ചിലാണ്, കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ തന്നെ കൊണ്ട് സാധിക്കുന്നില്ല എന്ന്. അങ്ങനെ താഴേക്ക് ഇറങ്ങി വരുന്ന ഹീറോയിൻ കാണുന്നുണ്ട്. ഹീറോയിൻ അവനെ നോക്കുന്നുണ്ടെങ്കിലും അവനൊന്നും ശ്രദ്ധിക്കാതെ കുഞ്ഞിന്റെ അടുത്തേക്ക് പോകുന്നു. എന്ത് പറ്റിയെന്ന് ജോലിക്കാരി അടുത്ത് ചോദിക്കുന്നുണ്ട്. കുഞ്ഞിനെ നോക്കാനായി 18 ആയമാർ വന്നെങ്കിലും അവരെല്ലാം കുഞ്ഞിന്റെ കരച്ചിൽ കണ്ട് പേടിച്ചവിടുന്ന് ഓടിപ്പോയിരിക്കുന്നു എന്നവർ പറയുന്നു. കുഞ്ഞ് കരച്ചിൽ ഇതുവരെ നിർത്തിയിട്ടില്ല എന്നും പറയുന്നു. ഹീറോയുടെ കയ്യിൽ വന്നിട്ട് പോലും കുഞ്ഞ് കരച്ചിൽ നിർത്തിയിരുന്നില്ല. ജോലിക്കാരിയോട് മുത്തശ്ശൻ വീട്ടിലില്ലേ എന്ന് ഹീറോ തിരക്കുന്നുണ്ട്. ഈ സമയത്ത് BP ഹൈ ആയതുകൊണ്ട് തന്നെ മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുക എന്ന് ജോലിക്കാരി പറയുന്നു. മുത്തശ്ശൻ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ സമാധാനിപ്പിച്ചാനെ. ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ജോലിക്കാരി അയാളോട് ചോദിക്കുന്നു. ഹീറോയ്ക്കും ശരിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹീറോ അതിനെ സമാധാനിപ്പിക്കാൻ നോക്കിയിട്ടും കുഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഉടനടി തന്നെ ജോലിക്കാരി പറയുന്നുണ്ട്, കുഞ്ഞിന്റെ അമ്മയെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ കുഞ്ഞ് കരഞ്ഞ് വല്ല അസുഖങ്ങളും അതിന് വരുമെന്ന്. സീസിക്കാണെങ്കിൽ ഹീറോയുടെ കയ്യിൽ കുഞ്ഞിരിക്കുന്ന കാണുമ്പോഴേ അവളെ എടുക്കണമെന്ന് തോന്നുന്നുണ്ട്. അവൾ തന്റെ കുഞ്ഞിനെ എടുക്കാൻ ആവേശത്തോടെ പോകുന്നുണ്ട്. ഈ സമയത്ത് മാനേജർ അവളെ തടഞ്ഞിട്ട്, ആ കുഞ്ഞ് പണക്കാര വീട്ടിലെ കുഞ്ഞാണ്, ആ കുഞ്ഞിനെ എടുക്കാൻ പോവുകയാണോ എന്ന് അവളോട് ഒരു ദേഷ്യഭാവത്തിൽ ചോദിക്കുന്നു. മാനേജർ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ അവൾക്ക് കുഞ്ഞിന്റെ അടുത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല. ഈ സമയത്ത് ഒരു ഗാർഡിന്റെ അടുത്ത് കുഞ്ഞ് എപ്പോഴാണ് പാല് കുടിച്ചതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, കുഞ്ഞ് ഇപ്പോൾ പാല് കുടിച്ചതേ ഉള്ളൂ എന്ന്. ഇനി എങ്ങനെ കുഞ്ഞിന്റെ കരച്ചിൽ നിർത്താൻ സാധിക്കുമെന്ന് അയാൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് മാനേജർ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഹീറോയ്ക്ക് ഓൾറെഡി ഒരു ഫിയാൻസി ഉണ്ട്, സിയാങ് എന്നാണ് അവളുടെ പേര്, അവൾ ഫൂ ഫാമിലിയിലെ അംഗമാണെന്ന്. അപ്പോൾ ഹീറോയിനും ഇത് നേരത്തെ തന്നെ അറിയാമായിരുന്നു. മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറോയിന് ഈ വിവരങ്ങളെ കുറിച്ച് അറിയാമായിരുന്നു. അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഫൂ ഫാമിലിയും ഗോ ഫാമിലിയെ പോലെ പണക്കാരാണ്, അപ്പോൾ ഹീറോയ്ക്ക് അവൾ കറക്റ്റ് മാച്ച് ആയിരിക്കുമെന്നൊക്കെ വിചാരിക്കുന്നു. ഹീറോ ആവട്ടെ ഉടനടി തന്നെ ഗാർഡ്സിൻ്റെ കൂടെ കുഞ്ഞിൻ്റെ അമ്മയെ പെട്ടെന്ന് കണ്ടുപിടിക്കാനും അതുമാത്രമല്ല വേറെ ഏതെങ്കിലും ആയുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കൂട്ടിക്കൊണ്ടുവരാനും പറയുന്നു. ഈ സമയത്ത് മാനേജർ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് തനിക്ക് 2 മക്കളുണ്ടെന്നും തനിക്ക് കുഞ്ഞിനെ കരച്ചിലടക്കാൻ സാധിക്കുമെന്നും പറഞ്ഞ് കുഞ്ഞിനെ തന്റെ കയ്യിലേക്ക് മേടിക്കുന്നു. അങ്ങനെ മാനേജറുടെ കയ്യിൽ കൊടുത്തിട്ടും കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നില്ല. ഒടുവില് അവരും ക്ഷമ നശിച്ച് കുഞ്ഞിനെ ഹീറോയുടെ കയ്യിലേക്ക് തന്നെ കൊടുക്കുന്നു.
അങ്ങനെ ഹീറോയിനാവട്ടെ ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ വേണമെങ്കിൽ കുഞ്ഞിന്റെ കരച്ചിലടക്കാമെന്ന്. അവളെ കണ്ടപ്പോൾ തന്നെ എവിടെ കണ്ടതുപോലെ ഹീറോയ്ക്ക് തോന്നുന്നുണ്ട്. എവിടെ വെച്ചാണ് അവളെ കണ്ട് പരിചയമെന്നുള്ള കാര്യങ്ങൾ അയാൾ ഓർത്തെടുക്കുന്നുണ്ട്. ഈ സമയത്ത് മാനേജർ പറയുന്നുണ്ട് 2 കുട്ടികളെ പ്രസവിച്ച് എനിക്ക് പോലും ഈ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ സാധിക്കുന്നില്ല, പിന്നെയാണ് ഒരു കുട്ടി പോലും ഇല്ലാത്ത നീ എന്ന് പറഞ്ഞ് അവളെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഹീറോ ആവട്ടെ ഹീറോയിന്റെ അടുത്ത് അവിടെ നിൽക്കാൻ പറയുന്നു. അങ്ങനെ മാനേജർക്ക് വേറെ വഴിയില്ലാതെ അവിടെ നിൽക്കേണ്ടി വരുന്നു. തന്റെ കുഞ്ഞിന്റെ കരച്ചിലടക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ച് കുഞ്ഞിനെ അവളുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. കുഞ്ഞ് അവളുടെ കയ്യിൽ എത്തിയ ഉടനെ തന്നെ കരച്ചിൽ നിർത്തുന്നു. കുഞ്ഞിന്റെ കരച്ചിൽ അവൾ അടക്കിയെന്ന് കണ്ടപ്പോൾ എല്ലാവരും ഷോക്ക് ആവുന്നുണ്ട്. ഈ സമയത്ത് അസിസ്റ്റന്റ് അയാളോട് ചോദിക്കുന്നുണ്ട് 18 ആയമാര് വന്നിട്ട് അവരെ എല്ലാം കുഞ്ഞ് കരച്ചിൽ കാരണം വിരട്ടി ഓടിക്കുന്നു. ഇപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയാണ് കുഞ്ഞിന്റെ കരച്ചിൽ അടക്കിയിരിക്കുന്നത്? ചിലപ്പോൾ ഈ പെൺകുട്ടി ആയിരിക്കുമോ കുഞ്ഞിന്റെ എന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്കും അയാൾ പെട്ടെന്ന് സംസാരം നിർത്തുന്നു. നീ പറയാൻ വന്ന കാര്യം പറഞ്ഞു മുഴുവിപ്പിക്കാൻ ഹീറോ അവനോട് ആവശ്യപ്പെടുന്നു. ശരിക്കും ഈ പെൺകുട്ടി ആരായിരിക്കുമെന്ന് അവനോട് ചോദിക്കുമ്പോൾ ആ അസിസ്റ്റന്റ് ആവട്ടെ പെട്ടെന്ന് അത് പിന്നെ നിങ്ങളെ രക്ഷിക്കാനായി വന്ന ദേവതയാണെന്ന് പറയുന്നു. ദൈവം നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിഷമം കണ്ടറിഞ്ഞ് അയച്ചയാണെന്ന് പറയുന്നു. എടാ മണ്ട, മര്യാദയ്ക്ക് കുഞ്ഞിന്റെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിച്ചോണ്ട് വാ എന്ന് പറഞ്ഞ് അസിസ്റ്റന്റിനെ അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. കുഞ്ഞിന്റെ കരച്ചിൽ ചേച്ചി നിർത്തിയത് കൊണ്ട് തന്നെ അവൾക്ക് മാസം 50,000 രൂപ വെച്ച് ശമ്പളം കൊടുക്കാനായിട്ട് മാനേജർ അടുത്ത് ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. ഇത് കേട്ടതും ഹീറോയിൻ വല്ലതെ സന്തോഷത്തിലാവുന്നു. സി അവിടെ കുഞ്ഞിനെ ഉറക്കിയതിനു ശേഷം ഹീറോയുടെ ഓഫീസിലേക്ക് അവനുമായി സംസാരിക്കാൻ എത്തിയിരുന്നതായിരുന്നു. സാർ, നിങ്ങളുടെ കുഞ്ഞിനെ ഞാൻ ഉറക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഹീറോ അതിശയത്തോടെ അവളുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിക്കാത്ത നിങ്ങൾ എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിന്റെ കരച്ചിലടക്കിയെന്ന് ഹീറോ ചോദിക്കുന്നു. ഈ സമയത്ത് അവൾക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ലായിരുന്നു. എന്നിരുന്നാലും ഡോക്ടർ അവളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൾ ഓർക്കുന്നുണ്ട്. കുഞ്ഞിനെ എങ്ങനെ എടുക്കണമെന്നും കുഞ്ഞിനെ എങ്ങനെ കരച്ചിലടക്കണമെന്നുള്ള കാര്യങ്ങളൊക്കെ സി ഗൂബിന്റെ അടുത്ത് പറയുന്നുണ്ട്. എനിക്ക് കുട്ടിയൊന്നുമില്ല, എൻ്റെ മുത്തശ്ശി പണ്ട് എന്നെയൊക്കെ എങ്ങനെയാണ് നോക്കിയിരുന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്, ആ അറിവ് വെച്ചാണ് കുഞ്ഞിനെ ഉറക്കിയെന്നൊക്കെ പറയുന്നു. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട് ഇനി എൻ്റെ കുഞ്ഞിനെ കരച്ചിലടക്കാൻ മറ്റൊരാളുടെ ആവശ്യം എന്തായാലും വരത്തില്ല, ഉടനടി തന്നെ അവളുടെ അമ്മ വരുമെന്ന്. സമയത്ത് തന്നെ ഗൂബിന്റെ ഫിയാൻസി എന്ന് പറഞ്ഞല്ലോ സിയ, അവൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. സിയാങ്ങും അതുപോലെ തന്നെ ഹീറോയിനും കുറച്ചു നേരം മുഖാമുഖം നോക്കുന്നുണ്ട്. ഇവളെയാണോ വിവാഹം കഴിക്കാൻ പോകുന്നേ എന്ന് ഹീറോയിൻ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. ഇനി മുതൽ ഇവളായിരിക്കുമല്ലേ എൻ്റെ കുഞ്ഞിനെ നോക്കാൻ പോകുന്നേ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് കുറച്ച് ജോലിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. സിയാങ് ആവട്ടെ ഗോപിന്റെ അടുത്ത് വന്നിട്ട് നിനക്കൊരു കുട്ടിയുണ്ടെന്ന് കേട്ടല്ലോ, അത് സത്യമാണോ എന്ന് ചോദിക്കുന്നു. ഹീറോ പറയുന്നുണ്ട് എനിക്കൊരു കുട്ടിയുണ്ട്, ഇനി മുതൽ എന്നെയും എൻ്റെ കുഞ്ഞിനെയും ശല്യം ചെയ്യരുതെന്ന്. അവൾ ഉടനടി തന്നെ ഹീറോ അടുത്ത് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാ ഈ പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഫിയാൻസി അല്ലേ, നിങ്ങളുടെ വൈഫായിട്ടിരിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടിയുടെ സ്റ്റെപ്പ് മദറായിട്ടിരിക്കാനും തയ്യാറാണെന്ന് അവൻ്റെ കൂടെ പറയുന്നു. ഈ സമയത്ത് ഗോപിനാവട്ടെ ജിയാങ്ങിന്റെ കൈ വിട്ടിട്ട് പറയുന്നുണ്ട് നീ എൻ്റെ കുഞ്ഞിന്റെ രണ്ടാനമ്മയൊന്നും ആയിരിക്കേണ്ട കാര്യമില്ല, എൻ്റെ കുഞ്ഞിന് യഥാർത്ഥത്തിൽ ഒരു അമ്മയുണ്ട്, ആ പെൺകുട്ടിയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നത്, ഓൾറെഡി ഞാൻ എൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിക്കഴിഞ്ഞു എന്ന് പറയുന്നു. ഈ പറയുന്നതൊക്കെ സത്യമാണോ, ആ കുട്ടിയുടെ അമ്മയെ എങ്ങനെ കണ്ടുപിടിക്കുമെന്ന് അവള് സംശയത്തോടെ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ ബ്ലഡ് സാമ്പിൾ എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിന്റെ അമ്മയെ കണ്ടുപിടിച്ച് തീർച്ചയായും അവളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് സിയാങ്ങിനെ അവിടെ നിന്ന് പുറത്താക്കുന്നു. പുറത്തിറങ്ങിയ സിയാങ് ആവട്ടെ ആരെയോ ഫോൺ ചെയ്തിട്ട് ഗോപിൻ കുട്ടിയുടെ അമ്മയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പായി തനിക്ക് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ആരെയോ ഏർപ്പാടാക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആരൊക്കെയോ ചേർന്ന് അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. സിയാങ് ആവട്ടെ ഈ സമയത്ത് ദേഷ്യത്തോടെ ആരുടെ കൂടെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാർ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവളാവട്ടെ അബദ്ധത്തിൽ ഒരു സ്ത്രീയെ ഇടിച്ചു വീഴ്ത്തി അവര് മരിക്കുകയും ചെയ്യുന്നു. ആ കേസ് എങ്ങനെയും തേച്ചു മാച്ച് കളഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവള് ജയിലിലാവുമെന്നും അയാളോട് പറയുന്നുണ്ട്. നമ്മുടെ ഹീറോയിന്റെ അമ്മയെ കാർ ഇടിപ്പിച്ചത് ഈ സിയാങ് ആണ്, അങ്ങനെയാണല്ലോ അവർ മരിച്ചത്. പോലീസ് ഇതിനോടകം തന്നെ ആ കേസ് അന്വേഷിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായിരിക്കുന്നു. അതെങ്ങനെയും ഒരു ആക്സിഡന്റ് തന്നെയാക്കി മാറ്റണമെന്ന് അവൾ ഈ ഫോണിലുള്ള ആളുടെ കൂടെ പറയുന്നുണ്ട്. ഹീറോനെ കുറച്ചു പേര് ചേർന്ന് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചായിരുന്നല്ലോ, അത് മുത്തശ്ശന്റെ ആൾക്കാരായിരുന്നു അങ്ങനെ ചെയ്തിരുന്നത്. അവളെ കണ്ടയുടനെ തന്നെ അയാൾ സന്തോഷത്തോടെ പറയുന്നുണ്ട് നീ വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്, എൻ്റെ പേരക്കുട്ടിയുടെ കരച്ചിൽ നീ അടക്കിയല്ലോ, ഇനി മുതൽ നീ കുഞ്ഞിന്റെ ആയിരിക്കണമെന്ന് മുത്തശ്ശൻ പറയുമ്പോൾ അവള് ചോദിക്കുന്നുണ്ട് ഇതിനാണോ എന്നെ ആളുകളെ വെച്ച് ഇങ്ങോട്ടേക്ക് തട്ടിക്കൊണ്ടു വന്നേ എന്ന് ചോദിക്കുന്നു. ബാക്കിയൊക്കെ നമുക്ക് ഇരുന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ പിടിച്ച് അയാളുടെ അടുത്തിരുത്തുന്നുണ്ട്. അയാളാവട്ടെ അവളുടെ കയ്യിൽ കുറേയധികം പണം വെച്ചു കൊടുത്തിട്ട് നിനക്ക് ഒരുപാട് സാലറി ഞാൻ തരാം, ഇന്നു മുതൽ നീ കുഞ്ഞിനെ നല്ലവണ്ണം നോക്കണം, എനിക്കാണെങ്കിൽ കുഞ്ഞിനെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ സാധിക്കുകയില്ല, എനിക്ക് കൂടെ കൂടെ BP ഹൈ ആവും, ഇനി മുതൽ എൻ്റെ പേരക്കുട്ടിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിനക്കാണെന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോയിൻ എന്തോ പറയാൻ വരുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും കേൾക്കാൻ മുത്തശ്ശൻ കൂട്ടാക്കാതെ അതെ ഇനി മുതൽ കുഞ്ഞിന്റെ സർവ്വ ഉത്തരവാദിത്തങ്ങളും നിനക്കാണെന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. മുത്തശ്ശൻ പോയതിനു ശേഷം പെൺകുട്ടി വാത്സല്യത്തോടെ തന്നെ അവളുടെ കുഞ്ഞിനെ എടുത്തിട്ട് പറയുന്നുണ്ട് നിനക്ക് ഈ വീട്ടിലെ ഇവ എന്നാണ് പേര് വെച്ചിരിക്കുന്നത്, നിന്റെ അച്ഛൻ നിന്നെ നന്നായി തന്നെ നോക്കുന്നുണ്ട്, ഇതിനു ശേഷം നിന്നെ ഒരിക്കലും കാണാൻ സാധിക്കില്ലെന്നാണ് ഞാൻ കരുതിയിരുന്നത്, എന്നാൽ ഇപ്പോൾ
എനിക്ക് നിന്റെ അടുത്ത് നിൽക്കാനും നിന്നെ പരിചരിക്കാനുമുള്ള അവസരം കിട്ടിയിരിക്കുന്നു. അവള് സന്തോഷത്തോടെ തന്നെ കുഞ്ഞിനോട് ഈ വിവരങ്ങളൊക്കെ പറയുന്നു. ഈ സമയത്താണ് സിയാനും അവളുടെ കൂട്ടുകാരികളും കൂടി അങ്ങോട്ടേക്ക് വരുന്നത്. സിയാന് ഹീറോയിനെ അവിടെ കാണുമ്പോൾ തീരെ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നല്ലേ, നീയല്ലേ ഇന്നലെ ഓഫീസിലെ ഹീറോയുടെ അടുത്ത് നിന്ന് സംസാരിച്ചുകൊണ്ട് നിന്നേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ നീ വീട്ടിൽ എന്ത് ചെയ്യുകയാണെന്ന് ദേഷ്യത്തോടെ തന്നെ അവൾ ചോദിക്കുന്നു. ഈ സമയത്ത് സിസി പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, മുത്തശ്ശൻ എന്നെ കുഞ്ഞിന്റെ ആയയായിട്ട് നിയമിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. പക്ഷേ സിയാങ് ആവട്ടെ അവൾ കള്ളം പറയുകയാണെന്ന് അവളെ കുഞ്ഞിന്റെ തൊട്ടിലടുത്തേക്ക് തള്ളിവിടുന്നുണ്ട്. ഈ സമയത്ത് കുഞ്ഞു വല്ലാതെ കരയാനും ആരംഭിക്കുന്നു. സിസി കുഞ്ഞിനെ എടുത്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് സിയാങ് പറയുന്നുണ്ട്, നിന്റെ ഡ്രാമയൊക്കെ മതിയാക്കിക്കോ, ഇതൊന്നും ഇവിടെ ചെലവാവില്ല എന്ന്. സിസി ചോദിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് ഡ്രാമ നടത്തുന്നത്? കുഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നത് കണ്ടില്ലേ? കുഞ്ഞ് കരയാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കാൻ തന്നെ അവൾ ആവശ്യപ്പെടുന്നു. അതും പറഞ്ഞ് സിസി കുഞ്ഞിനെ തൊട്ട് നോക്കുമ്പോഴാവട്ടെ കുഞ്ഞിന് നന്നായി പനിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. കുഞ്ഞിന് നല്ല ടെമ്പറേച്ചർ ഉണ്ട്, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അവൾ ഹോസ്പിറ്റലിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോകാൻ ഒരുങ്ങുന്നു. എന്നാൽ സിയാങ് അവളെ തടയുന്നു. നീ എന്താ കുഞ്ഞിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോവുകയാണോ? നീ എവിടെയും പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു നിർത്തുന്നു. ഹീറോയിൻ പറയുന്നുണ്ട്, ഇപ്പോൾ കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ അവളുടെ സ്ഥിതി വളരെ മോശമാവുമെന്ന്. എന്നാൽ സിയാങ് ആവട്ടെ അവിടെയുള്ള ജോലിക്കാരടുത്തൊക്കെ പറയുന്നുണ്ട്, സിസി കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണെന്നും ഹീറോ തിരിച്ചു വന്നാൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതിന് അവരെയെല്ലാം അവിടെ നിന്ന് പുറത്താക്കുമെന്ന്. അപ്പോഴേക്കും ജോലിക്കാരികളും കുഞ്ഞിനെ തിരികെ ആവശ്യപ്പെടുന്നു. എന്നിരുന്നാലും ഹീറോയിൻ ഈ സമയത്തും പറയുന്നുണ്ട്, കുഞ്ഞിന് പനി വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ അവളെ ആശുപത്രിക്ക് കൊണ്ടുപോയില്ലെങ്കിൽ കുഞ്ഞിന്റെ സ്ഥിതി മോശമാവുമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകാനൊരുങ്ങുമ്പോൾ സിയാങ്ങിന്റെ കൂട്ടുകാരികൾ അവളെ തടഞ്ഞു വെക്കുന്നു. പിന്നീട് ഹീറോയുടെ ഓഫീസാണ് കാണിക്കുന്നത്. അസിസ്റ്റന്റ് വന്നിട്ട് കുഞ്ഞിന്റെ അമ്മയെ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞൊരു ഫയൽ ഹീറോയ്ക്ക് കൊടുക്കുന്നു. ഹീറോ ആ ഫയൽ ഓപ്പൺ ചെയ്ത് വായിച്ചു നോക്കുമ്പോൾ അതിൽ ഹീറോയിന്റെ പേരുണ്ടായിരുന്നു. ഹീറോയിൻ വീട്ടിലുണ്ടെന്ന് അറിഞ്ഞ് ഹീറോ ആവട്ടെ ഉടനടി തന്നെ വീട്ടിലേക്ക് അവളെ കാണാനായി പോകുന്നു. വീട്ടിലാവട്ടെ ഹീറോയിൻ അവരോട് താഴ്ന്നു കേണ് അപേക്ഷിക്കുകയായിരുന്നു കുഞ്ഞിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ. എന്നാൽ സിയാങ് ആവട്ടെ ഹീറോയിന്റെ അടുത്ത് വന്ന് കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. നിന്നെ എവിടെയും പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് കുട്ടിയെ അവളെ പിടിച്ചു വാങ്ങുന്നത്. എന്റെ കുട്ടിയെ തിരിച്ചു തരൂ എന്ന് ഹീറോയിൻ പറയുന്നുണ്ടെങ്കിലും ജോലിക്കാരികൾ അവളെ തടഞ്ഞു വെക്കുന്നു. ഹീറോയിനെ കാണാനായി റെഡ് റോസസിന്റെ ബൊക്കയുമായാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്നത്. എന്നാൽ ഹീറോയിൻ തറയിലിരുന്ന് കരയുന്നത് കണ്ടിട്ട് ഹീറോ ആവട്ടെ വല്ലാത്ത ദേഷ്യത്തോടെ, മതി, ഇതൊക്കെ ഇവിടെ നിർത്തിക്കോ എന്ന് അവരോട് പറയുന്നു. നിങ്ങളൊക്കെ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ സിയാങ് ആവട്ടെ, ഗൂബിൻ നിങ്ങൾ വന്നോ എന്ന് ചോദിക്കുന്നു. എന്നാൽ അവളെ അവഗണിച്ച് ഹീറോ നേരെ ഹീറോയിന്റെ അടുത്ത് നിന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, ഇവ മോൾക്ക് തീരെ സുഖമില്ല, അവളെ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന്. ഗൂബിൻ ആവട്ടെ സിയാങ്ങിന്റെ അടുത്ത് വന്ന് കുട്ടിയെ തിരിച്ചു മേടിക്കുന്നുണ്ട്. അതിനുശേഷം അവളോട് പറയുന്നുണ്ട്, തന്റെ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ അവളെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പോകുന്നതിന് മുമ്പായി സിസി എടുത്ത് താൻ വീട്ടിലേക്ക് തിരിച്ചെത്തുന്നോടം വരെ ഇവിടെ നിന്ന് പോകരുതെന്നും ഹീറോ പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. സിയാങ് കരുതിയിരുന്നത് കുഞ്ഞിനെ കെയർ ചെയ്യാത്തതുകൊണ്ട് ഹീറോയിനെ അയാൾ പണിഷ്മെന്റ് ചെയ്യാനായിട്ടാണ് വീട്ടിൽ നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതെന്ന് കരുതി അയാളോട് വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ വരുന്നതുവരെ സിസി വീട്ടിൽ നിന്ന് വെളിയിലേക്ക് പോകാതെ താൻ നോക്കിക്കോളാമെന്ന്. സിയാങ് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഹീറോ എന്റെ ഫിയാൻസിയാണ്, അതുമാത്രമല്ല ഞാൻ പറയുന്നത് മാത്രമേ അദ്ദേഹം കേൾക്കൂ. നീ കെയർലെസ് ആയതുകൊണ്ടാണ് കുഞ്ഞിന് പനി വന്നതെന്ന് പറഞ്ഞ് നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനായി ആവശ്യപ്പെടുമെന്ന് സിയാങ് പറയുന്നുണ്ട്. എന്നാൽ ഹീറോയിൻ പറയുന്നുണ്ട്, എന്റെ ഭാഗത്തൊരു തെറ്റുമില്ല, ഞാൻ കുഞ്ഞിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണെന്ന്. ഈ സമയത്ത് സിയാങ് അവളെ വീണ്ടും തടഞ്ഞിട്ട് പറയുന്നുണ്ട്, നീ ഹീറോയെ പേടിച്ചിട്ട് ഇവിടെ നിന്ന് പോകാൻ പോവുകയാണോ? നീ എവിടെ പോയാലും നിനക്ക് തേടി പിടിച്ച് തന്നെ പണിഷ്മെന്റ് തരുമെന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോ അവളുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് വീട്ടിൽ നിന്ന് പോരെന്ന് വീണ്ടും അവളെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് കേട്ട് സിയാങ്ങും പറയുന്നുണ്ട്, കണ്ടില്ലേ, ഗൂബിൻ തന്നെ നിന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞില്ലേ ഇപ്പോൾ വീട്ടിൽ നിന്ന് പോരെന്ന്, അവൻ വന്നിടഞ്ഞ് തന്നെ നിനക്കുള്ള ശിക്ഷ നടപ്പിലാക്കുമെന്ന്. ഈ സമയം കൊണ്ട് തന്നെ ഹീറോ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. ഡോക്ടർ അടുത്ത് തന്റെ കുഞ്ഞിന് എങ്ങനെയുണ്ടെന്ന് അയാൾ തിരക്കുന്നു. സാർ, നിങ്ങൾ അഡ്മിറ്റ് ചെയ്തിട്ട് 5 മിനിറ്റ് ആയതല്ലേ ഉള്ളൂ, കുറച്ച് സമയങ്ങൾക്കകം തന്നെ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു. പക്ഷേ ഇത് കേട്ട ഗൂബിൻ അവിടെ ഡോക്ടറെ ഷർട്ട് പിടിച്ചിട്ട് വിരട്ടാൻ ആരംഭിക്കുന്നു. എന്റെ മോള് മുറിയിലിരുന്ന് എത്രയോ നേരമായി കരയുകയാണ്, അവളെ കരയിപ്പിക്കാതെ നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ലേ എന്ന് ഹീറോ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ നേഴ്സിന്റെ അടുത്ത് കുട്ടിയെ ജെന്റിലായി തന്നെ കെയർ ചെയ്യാൻ പറയാമെന്ന്. ഗൂബിന്റെ മുത്തശ്ശനും ഇതേ ഹോസ്പിറ്റലിലാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. ഡോക്ടർ ഇതിനോടകം തന്നെ മുത്തശ്ശനെ വിവരങ്ങൾ അറിയിച്ചിരുന്നു. ഹീറോ ഹോസ്പിറ്റലിൽ വന്ന് ദേഷ്യപ്പെട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്നായിരുന്നു മുത്തശ്ശൻ അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശൻ അവനെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. നീ ഒരു കമ്പനിയുടെ പ്രസിഡന്റ് അല്ലേ, ഇങ്ങനെ വന്ന് ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നു. കൊച്ചുമകനെ എങ്ങനെങ്കിലും ഒന്ന് പറഞ്ഞു ഉപദേശിക്കൂ സാർ, വല്ലാതെ ഇവിടെ കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് ഡോക്ടറും പറയുന്നു. മുത്തശ്ശ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇവ മോൾക്ക് നല്ല പനിയായി ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രീറ്റ്മെന്റിന്റെ പേരിൽ കുഞ്ഞിനെ അകത്തേക്ക് കൊണ്ടുപോയിട്ടും അവൾ ഇത്രയും നേരം കരച്ചിലായിരുന്നു എന്ന് ഹീറോ പറയുന്നു. ഇത് കേട്ടത് മുത്തശ്ശൻ വല്ലാതെ ഷോക്കാവുന്നു. എന്താ, ഇവ മോൾക്ക് വയ്യാതായെന്നോ? അത് കേട്ടിടഞ്ഞ തന്നെ ഡോക്ടറെ വീണ്ടും മുത്തശ്ശനും വിരട്ടാൻ തുടങ്ങുന്നു.
എന്റെ കുഞ്ഞിനെ കരയിപ്പിച്ചിട്ടുണ്ടാണോ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത്? അവളെ ഇപ്പൊ തന്നെ കാണണമെന്ന് പറഞ്ഞ് കൊച്ചു കുട്ടികളെ പോലെ നിർബന്ധം പിടിച്ച് മുത്തശ്ശൻ താഴേക്കിരിക്കുന്നു. ഈ സമയത്ത് ഹീറോ ആവട്ടെ അയാളുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, കുറച്ചു മുമ്പ് മുത്തശ്ശനാ എനിക്ക് അഡ്വൈസ് തന്നത് ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞു. ഇപ്പോൾ മുത്തശ്ശൻ തന്നെയാണല്ലോ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നു. എന്നാൽ മുത്തശ്ശനാവട്ടെ അതൊന്നും കേൾക്കാത്ത മട്ടിൽ കൊച്ചുകുട്ടികളെ പോലെ വീണ്ടും പിടിവാശി കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹീറോ ഒരു സന്തോഷ വാർത്ത പറയാനുണ്ടെന്നും പറഞ്ഞിട്ട് ഇവമോളുടെ അമ്മ ആരാണെന്ന് കണ്ടുപിടിച്ചു, അത് ഹീറോയിനാണെന്ന് പറയുന്നു. ഇത് കേട്ടത് മുത്തശ്ശന് വല്ലാത്ത സന്തോഷമാവുന്നുണ്ട്. ഫസ്റ്റ് ടൈം ആ പെൺകുട്ടിയെ കണ്ടപ്പോഴേ എനിക്ക് ഇഷ്ടപ്പെട്ടു. അവൾ കാണാൻ വളരെ സുന്ദരിയാണ്. ശരിക്കും നീ ലക്കിയാണ് ഗോപിൻ. ഉടനടി തന്നെ നമുക്ക് ആ പെൺകുട്ടിയെ പോയി കണ്ടെത്തണമെന്ന് പറയുമ്പോൾ അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, അവൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന്. അപ്പോൾ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? ഉടനടി തന്നെ അവളുടെ കൂടെ പോയി സംസാരിക്കൂ എന്ന് പറഞ്ഞിട്ട് ഹീറോയെ അവിടെ നിന്ന് മുത്തശ്ശൻ പറഞ്ഞു വിടാനൊരുങ്ങുന്നു. ഇവമോൾ ഇവിടെ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് പോകുന്നതെന്ന് ഹീറോ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും പ്രശ്നമാക്കണ്ട, ഞാൻ ഇവിടെയല്ലേ അഡ്മിറ്റ് ചെയ്ത് കിടക്കുന്നത്, ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാമെന്ന്. അങ്ങനെ ഹീറോ ആവട്ടെ ഹീറോയിനെ കാണാനായി പോകുന്നു. ഹീറോയുടെ വീട്ടിലാവട്ടെ സിയാങ്ങും ഫ്രണ്ട്സും കൂടി ചേർന്ന് ഹീറോയിനെ തടഞ്ഞു വെച്ചിരിക്കുകയായിരുന്നു. ഹീറോ വന്ന ഉടനെ തന്നെ അവൾക്കുള്ള പണിഷ്മെന്റ് കിട്ടും, പണിഷ്മെന്റ് വാങ്ങാൻ റെഡി ആയിരുന്നു എന്ന് അവർ പറയുമ്പോൾ തന്നെ ഹീറോ അങ്ങോട്ടേക്ക് കയറി വരുന്നു. ഹീറോ വന്ന ഉടനെ തന്നെ സിയാങ് ആവട്ടെ ഹീറോയിനെ കുറിച്ച് മോശമായി സംസാരിക്കാൻ ഒരുങ്ങുന്നു. സി കെയർലെസ് ആയി കുഞ്ഞിനെ നോക്കിയതുകൊണ്ടാണ് അവൾക്ക് പനി വന്നതെന്നും ഇങ്ങനെ ഒരു കുഞ്ഞിനെ നോക്കാനായി വീട്ടിൽ നിർത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു. ഗോപിൻ സിസി എടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറയാതെ മറച്ചെന്ന്. ഇത് കേട്ട ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഞാൻ കാരണമാണോ കുഞ്ഞിന് പനി വന്നേ എന്ന് അയാൾ കരുതുന്നു എന്ന് അവൾ ചോദിക്കുന്നു. തൊട്ടടുത്ത് നിന്നിരുന്ന സിയാങ്ങും അവള് കാരണം തന്നെയാണ് പനി വന്നിരിക്കുന്നതെന്ന് പറയുന്നു. ദേഷ്യം വന്ന ഹീറോ ആവട്ടെ അവളുടെ അടുത്ത് കുറച്ചു നേരത്തേക്ക് മിണ്ടാതിരിക്കാൻ പറയുന്നു. ഇനി സിസിയെ കുറിച്ച് ഒരു മോശമായ കാര്യങ്ങളൊന്നും എന്റെ വായിൽ നിന്ന് വരരുത്, സിസി എന്റെ ഭാര്യയാണെന്ന് ഹീറോ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടത് സിയാങ്ങും അതുപോലെ ഹീറോയിനും ഒരുപോലെ ഷോക്ക് ആവുന്നുണ്ട്. സിയാങ് പരിഭ്രാന്തിയോടെ അവനോട് ചോദിക്കുന്നുണ്ട്, ഇവളാണോ നിന്റെ ഭാര്യയെന്ന്? അതെ, സിസി തന്നെയാണ് എന്റെ ഭാര്യ. ഇതിന്റെ മേൽ അവളെ കുറിച്ച് ഒരു വൃത്തികെട്ട സംഭാഷണം നിന്റെ വായിൽ നിന്ന് വരരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീടിന് വെളിയിൽ പോകണമെന്ന് പറയുമ്പോൾ ജിയാങ്ങും അവളുടെ കൂട്ടുകാരികൾക്കും അവിടെ നിന്ന് പോകാതെ വേറെ മാർഗമുണ്ടായിരുന്നില്ല. അവർ പോയതിനു ശേഷം ഹീറോ ആവട്ടെ വളരെ ക്ലോസ് ആയി അവളുടെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ അല്ലേ എൻ്റെ വീട്ടുപടിക്കൽ കുഞ്ഞിനെ കൊണ്ടുവച്ചിട്ട് പോയേ എന്ന്? ഞാൻ എല്ലാ കാര്യങ്ങളും ഇതിനോടകം തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു, സത്യങ്ങളൊക്കെ എനിക്കറിയാമെന്ന് ഹീറോ പറഞ്ഞിട്ട് അവളോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ കുഞ്ഞിനെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഓടിപ്പോയെന്ന്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്ക് കുഞ്ഞിനെ വളർത്താൻ തീരെ നിവൃത്തിയില്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങളുടെ വീട്ടുപടിക്കൽ കുഞ്ഞിനെ വെച്ചിട്ട് പോയെന്ന് പറയുന്നു. ശരി, നിനക്ക് കുഞ്ഞിനെ കൊണ്ടുവന്നിട്ട് എന്നെ വിവാഹം കഴിക്കാമായിരുന്നല്ലോ, നീ എന്താണ് അതിനെക്കുറിച്ച് ചോദിക്കായിരുന്നു എന്ന് ഹീറോ ചോദിക്കുന്നു. അതിന് നമ്മൾ തമ്മിൽ ഒരുപാട് തവണ മീറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ മാരേജിനെ പറ്റി സംസാരിക്കുന്നതെന്ന് അവൾ ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ലൈറ്റായിട്ട് അവളെ പിടിച്ചിട്ട് കിസ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും ഹീറോയിനെ തടഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞ് ഹോസ്പിറ്റലിലിരിക്കുകയല്ലേ, ഇപ്പോഴാണോ റൊമാൻസിനെ പറ്റിയൊക്കെ ചിന്തിക്കുന്നതെന്ന്. അങ്ങനെ ഹീറോ ആവട്ടെ അവളുടെ നേരെ കൈ നീട്ടുന്നുണ്ട്. ഒരുമിച്ച് പോയി കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ട് അവളും കൂടെ വരാമെന്ന രീതിയിൽ അവന് കൈ കൊടുക്കുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ ഡോക്ടർ അവരോട് പറയുന്നുണ്ട്, കുഞ്ഞിന് ലങ്സിൽ ഇൻഫെക്ഷൻ ആയിരിക്കുകയാണെന്നും ഒരാഴ്ച ഹോസ്പിറ്റലിൽ തുടരണമെന്നും. ഇത് കേട്ടതും ഹീറോയിന് വല്ലാതെ വിഷമമാവുന്നുണ്ട്. ഹീറോ അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്, കുഞ്ഞിനൊന്നും പറ്റില്ല, അവൾക്ക് ബെസ്റ്റ് ട്രീറ്റ്മെന്റ് തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് ഹീറോ. ഈ സമയം മുത്തശ്ശൻ അവിടെ സിസിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, കുഞ്ഞിനൊരു ആപത്തുമില്ല, ഞാൻ കുഞ്ഞിന്റെ അടുത്ത് തന്നെ ഇരുന്ന് അവളെ പരിചരിച്ചോളാമെന്ന് മുത്തശ്ശൻ ഹീറോയുടെ അടുത്ത് ഈ സമയത്ത് പറയുന്നുണ്ട്. ഹീറോയിൻ ആവട്ടെ വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, അവളെ സ്വന്തമാക്കാൻ നീ ഭാഗ്യം ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അതുമാത്രമല്ല, നിങ്ങളുടെ വിവാഹത്തിന് ശേഷം എനിക്ക് ഒരുപാട് പേരക്കുട്ടികളെ വേണമെന്നും പറയുന്നു. എൻ്റെ പൊന്നു മുത്തശ്ശ, തമാശ പറയുന്നത് നിർത്ത്, കുറച്ചു നേരം ഒന്ന് വായടിച്ച് മിണ്ടായിരിക്കാം ഹീറോ പറയുമ്പോൾ അയാൾ പറയുന്നുണ്ട്, നീ പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്ക്, അവളുടെ മുഖത്ത് എഴുതി വെച്ചിരിക്കുകയെന്ന് പറയുമ്പോൾ ഹീറോ അവളുടെ മുഖത്തേക്ക് മിഴിച്ചു നോക്കുന്നു. നീ എന്തുവാ ഈ നോക്കുന്നതെന്ന് വെച്ച് മുത്തശ്ശന് തലയ്ക്കൊരു അടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഹീറോയിനെ സേഫായി വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറയുന്നു. അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങിപ്പോകുമ്പോൾ ഹീറോ ആവട്ടെ അവളുടെ വീട് എവിടെയാണെന്ന് ചോദിക്കുന്നു. അവൾ പറയുന്നുണ്ട്, അവളൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്നും എനിക്ക് സ്വന്തമെന്ന് പറയാൻ ആരുമില്ല, അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ ഈ ഇടയ്ക്ക് ഒരു ആക്സിഡന്റിൽ മരിച്ചുവെന്നും അവൾ വെളിപ്പെടുത്തുന്നു. അമ്മയുടെ ആക്സിഡന്റ് സമയത്ത് തന്നെയാണ് ഞാൻ കുഞ്ഞിന് ജന്മം നൽകിയത്, അതുകൊണ്ട് തന്നെ എനിക്ക് മാനേജ് ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞിനെ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചത് എന്നവൾ പറയുന്നു. ഗോവിൻ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ സിറ്റുവേഷൻ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ നമ്മുടെ മകൾ ഇപ്പോൾ വളരെ ചെറുപ്പമാണ്, അവൾക്കൊരു അമ്മയുടെ കെയറും സ്നേഹവും ഒക്കെ കിട്ടേണ്ട ടൈമാണ്. ഞാൻ നിന്റെ മേലിൽ അഡ്വാൻറ്റേജ് എടുക്കുക എന്ന് കരുതണ്ട, ഫസ്റ്റ് നമുക്ക് മാരേജ് കഴിക്കാം, കുഞ്ഞിന് 3 വയസ്സാവുന്നവിടം വരെയെങ്കിലും നീ എൻ്റെ കൂടെ ജീവിക്കണം, അതിനുശേഷം നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിവോഴ്സ് ചെയ്ത് പോകാവുന്നതാണ്. ഹീറോയിൻ അവരുടെ വിവാഹത്തിന് സമ്മതിക്കുന്നു, പക്ഷേ ഒരു കണ്ടീഷനുണ്ട്, വിവാഹം വളരെ രഹസ്യമായിരിക്കണമെന്ന് അവൾ പറയുന്നു. ഈ സമയത്ത് ഹീറോയും അതിന് സമ്മതിക്കുന്നു. ഹീറോയുടെ വീട്ടിലാവട്ടെ ജോലിക്കാരികളെല്ലാം ഗോസിപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഈസിയാണ് വീട്ടിലെ യഥാർത്ഥ മിസ്ട്രസ് എന്ന് മനസ്സിലാക്കി അവര് വല്ലാതെ പരിഭ്രാന്തിയിലാവുന്നുണ്ട്. ചിലപ്പോൾ ഇനി ഹീറോ തിരിച്ചു വരുമ്പോൾ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമോ എന്നൊക്കെ അവർ ഇരുവരും പറയുന്നുണ്ട്.
അപ്പോഴാണ് ഹീറോയും ഹീറോയിനും കൂടി അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ജോലിക്കാരികൾ ഇരുവരും ഓടി വന്ന് ഹീറോയിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അവിടെ ലഗേജ് ഒക്കെ അവര് തന്നെ മുറിയിലേക്ക് വെക്കാമെന്ന് പറയുന്നു. അതുമാത്രമല്ല ഹീറോയിന്റെ അടുത്ത് നേരത്തെ റൂഡായി സംസാരിച്ചതിന് സോറിയും അവർ പറയുന്നുണ്ട്. അങ്ങനെ ഹീറോയിന്റെ കയ്യിലിരിക്കുന്ന ഒരു പെട്ടി അവർ വാങ്ങിക്കുന്നുണ്ട്. അത് വാങ്ങിച്ചിട്ട് എന്താണെന്ന് അവർ ചോദിക്കുമ്പോൾ അവള് ഉടനടി തന്നെ അത് തിരിച്ചു വാങ്ങിച്ചിട്ട് പറയുന്നുണ്ട് അത് തന്റെ അമ്മയുടെ അസ്ഥിയാണെന്ന്. ഹീറോയിൻ ഇത് കേട്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട്. നീ ഇതുവരെ ഇത് കല്ലറ കെട്ടാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് എന്റെ പക്കൽ മതിയായ പണമില്ലായിരുന്നു, അതുകൊണ്ടാണ് കല്ലറ കെട്ടാനേന്ന്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഹീറോയ്ക്ക് വല്ലാത്ത സഹതാപവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ ഉടനടി തന്നെ ഹീറോയിൻ പറയുന്നുണ്ട് കുഴപ്പമില്ല, ഞാൻ അടുത്ത മാസത്തെ സാലറി കിട്ടുമ്പോൾ തന്നെ കല്ലറ അമ്മയ്ക്ക് വേണ്ടിയിട്ട് പണിയുന്നതായിരിക്കുമെന്ന്. അവിടുന്ന് സീൻ കട്ട് ചെയ്തിട്ട് ഹീറോ ആവട്ടെ ഹീറോയിനെ കൊണ്ട് കല്ലറ വാങ്ങിക്കാനുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവന്നിരിക്കുകയായിരുന്നു. അവിടെ ഇരിക്കുന്ന സ്റ്റാഫ് ആവട്ടെ ഓരോ സ്ഥലങ്ങളും കാണിച്ചു കൊടുത്തിട്ട് വിലകളൊക്കെ പറയുന്നുണ്ട്. ഹീറോയിൻ ഇതൊക്കെ വളരെ എക്സ്പെൻസീവ് ആയിരുന്നു. അവൾ ഉടനടി തന്നെ കുറഞ്ഞ വിലയ്ക്കുള്ള കല്ലറ മതി എന്ന് പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട് എത്ര റേറ്റ് ആയാലും കുഴപ്പമില്ല, അവളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കല്ലറ അയാൾ തന്നെ പണിയാമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ അവളുടെ അമ്മയുടെ കല്ലറ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയും കൂടി വീട്ടിലേക്ക് വരുന്നുണ്ട്. അവള് വീട്ടിലെത്തിയ ഉടനെ തന്നെ അവൾക്ക് വേണ്ടിയിട്ട് അവൻ സൂപ്പൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഡെലിവറിക്ക് ശേഷം അവളെ ആരും വേണ്ട വിധം കെയർ ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവളുടെ ശരീരത്തിന് നല്ലതായിരിക്കുമെന്ന് പറഞ്ഞ് ആ സൂപ്പ് അവൾക്ക് കൊടുക്കുന്നുണ്ട്. അവൾ അങ്ങനെ അത് കുടിക്കുന്നുമുണ്ട്. ഈ സമയത്ത് അവനോട് തനിക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നതിന് നന്ദി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട് നിനക്ക് വേറെ എന്തെങ്കിലും സഹായം വേണോ എന്ന്. ഉടനടി തന്നെ അവളുടെ അമ്മ കൊടുത്ത ജെയ്ഡ് പെൻഡന്റ് അവൾ പുറത്തെടുത്തിട്ട് ഇത് തൻ്റെ അച്ഛൻ്റേതാണെന്നും തൻ്റെ അച്ഛനെ കണ്ടുപിടിക്കാൻ സഹായിക്കാമോ എന്നും ചോദിക്കുന്നു. ഹീറോ ആവട്ടെ പെൻഡന്റ് എടുത്ത് നോക്കിയിട്ട് ഇത് എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് മനസ്സിലാലോചിക്കുന്നു. അതിനുശേഷം ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് നീ വിഷമിക്കൊന്നും വേണ്ട, ഉടനടി തന്നെ നിന്റെ അച്ഛനെ കണ്ടെത്താൻ ഞാൻ സഹായിക്കാമെന്ന്. അവിടുത്തെ സീൻ കട്ട് ചെയ്തിട്ട് ഒരു പുതിയ ക്യാരക്ടറിനെ കാണിക്കുകയാണ്. ഇയാളുടെ പേര് ജോർജ് എന്നാണ്. ഹീറോയിന്റെ കയ്യിലുണ്ടായിരുന്ന പെൻഡന്റ് പോലെ ഉള്ള ഒരു പെൻഡന്റ് അയാളുടെ കയ്യിലുമുണ്ട്. അയാൾ അത് വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നീ എന്നെ വിട്ടിട്ട് പോയിട്ട് കുറെ വർഷങ്ങളായിരിക്കുന്നു, ഇപ്പോൾ നീ എവിടെയാ ഉള്ളേ എന്നൊക്കെ ചോദിച്ചാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇയാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അയാളുടെ മുറിയിലേക്ക് സിയാങ് വരുന്നത്. സിയാങ്ങിന്റെ അച്ഛനാണ് അയാൾ. അച്ഛാ നിങ്ങൾ എന്താ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അവള് ചോദിക്കുമ്പോൾ അയാൾ ഒന്നും അറിയാത്ത മട്ടിൽ തന്നെ ആ പെൻഡന്റ് തലയണയുടെ അടിയിലേക്ക് ഒളിപ്പിച്ചു വെക്കുന്നുണ്ട്. അയാൾ അവളോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മുറിയിലേക്ക് വന്നിരിക്കുന്ന എന്തിനാണ്, എന്താ പ്രശ്നമെന്ന്. അപ്പോൾ ജിയാങ് പറയുന്നുണ്ട് ഇപ്പോൾ സി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഹൂബിന്റെ കൂടെ അഫെയറിൽ ഇരിക്കുകയാണ്. അതുമാത്രമല്ല ഹീറോയെ അവൾ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൾക്ക് പ്രത്യേകിച്ച് സ്റ്റാറ്റസോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നുമില്ല. അവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് തുരത്തി വിട്ടിട്ട് ഞാനും ഹൂബിനുമായിട്ടുള്ള വിവാഹം നടത്തി തരണമെന്ന് അവൾ അച്ഛനോട് ആവശ്യപ്പെടുന്നു. അയാളാവട്ടെ എന്ത് സംഭവിച്ചാലും അവളെ അവിടെ നിന്ന് ഓടിച്ചിട്ട് അവളും അവനുമുള്ള വിവാഹം എങ്ങനെയും നടത്തി കൊടുക്കാമെന്ന് വാക്കും കൊടുക്കുന്നു. സിയാങ് ഈ സമയം പറയുന്നുണ്ട് ഹീറോയിൻ ഗൂബിന്റെ കസ്റ്റഡിയിലാണെന്നും അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിട്ട് തന്നെ കാര്യങ്ങൾ നീക്കണമെന്നും. നീ പേടിക്കൊന്നും വേണ്ട, ഞാൻ കാര്യങ്ങൾ വേണ്ട വിധം ചെയ്തോളാമെന്ന് അയാൾ പറയുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയിനും ആവട്ടെ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ആളും ആർഭാടം ഒന്നുമില്ലാതെ വിവാഹം കഴിക്കുന്നു. സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയതിനു ശേഷം ഹീറോ ആവട്ടെ അത് ഹീറോയിനെ തന്നെ ഏൽപ്പിക്കുന്നു. 3 വർഷത്തിന് ശേഷം അവൾക്ക് ഇഷ്ടമുള്ള പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് കരുതിയിട്ടാണ് അയാൾ അത് കൊടുത്തത്. അതിനുശേഷം ഹീറോ ആവട്ടെ അവളുടെ കൈയും പിടിച്ചിട്ട് ഓഫീസിലേക്ക് പോകാമെന്ന് പറഞ്ഞു കൊണ്ടുപോകുന്നു. ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് പോയാൽ കമ്പനിയിലുള്ളവർക്കൊക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൽ സംശയം തോന്നും. അതുകൊണ്ട് തന്നെ അവർ ഗോസിപ്പ് പറയാൻ തുടങ്ങും. ഞാൻ ടാക്സിയിൽ വന്നോളാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നു. ഈ സമയത്ത് ഹീറോയുടെ അടുത്ത് അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നുണ്ട് ഇങ്ങനെ ഇന്നസെന്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയെ നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലോ എന്ന്. നീ ഇപ്പോൾ ഓവറായിട്ടൊന്നും സംസാരിക്കേണ്ട, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോലി ചെയ്തു തീർക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ കൊടുത്ത ആ പെൻഡന്റ് അസിസ്റ്റന്റിന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. സിസിയുടെ ബയോളജിക്കൽ ഫാദർ ആരാണെന്ന് കണ്ടുപിടിക്കണം, പെട്ടെന്ന് തന്നെ അതിന്റെ റിപ്പോർട്ട് തന്റെ കയ്യിൽ എത്തണമെന്ന് അസിസ്റ്റന്റിനോട് അയാൾ ആവശ്യപ്പെടുന്നു. ഹീറോയിനാട്ടെ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുകയായിരുന്നു. അവിടെ ഉള്ളവരെല്ലാം അവളോട് നല്ലപോലെ തന്നെ പെരുമാറുന്നുണ്ട്. അവളിപ്പോൾ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് കയറിയതല്ലേ ഉള്ളൂ. ഇങ്ങനെ ഒരു കമ്പനിയിൽ ജോലി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നീ ഒരു ഇന്ത്യനായി കയറിയില്ലേ, നീ ഗ്രേറ്റ് ആണെന്നൊക്കെ അവിടെയുള്ള ജോലിക്കാർ പറയുന്നു. കൂട്ടത്തിലൊരു പെൺകുട്ടി അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് തിരക്കുന്നുണ്ട്. അവൾ അതിന് മറുപടി പറയാൻ തുടങ്ങുന്നുണ്ടല്ലോ. ഉടനടി തന്നെ പെൺകുട്ടി സ്റ്റോപ്പ് ചെയ്തിട്ട് അവൾക്കൊരു സഹോദരനുണ്ട്, ഗവൺമെന്റ് ജോലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല മാച്ച് ആയിരിക്കും, നിന്റെ നമ്പർ ഇതാ, ഞാൻ എൻ്റെ ചേട്ടന് കൊടുക്കാമെന്ന് പറയുന്ന സമയത്ത് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് കയറി വരുന്നു. ഇത് കേട്ടുകൊണ്ട് തന്നെയാണ് ഹീറോ അങ്ങോട്ടേക്ക് വന്നത്. ഹീറോ അവിടെ വന്ന് എല്ലാവരോടും ദേഷ്യപ്പെടാൻ ഒരുങ്ങുന്നു. ഇത് ഓഫീസാണോ അതോ നിങ്ങളുടെയൊക്കെ മാരേജ് പ്രപ്പോസൽസ് നടത്താനുള്ള ഏജൻസി വല്ലതും ആണോ എന്ന് അയാൾ ചോദിക്കുന്നു. ഈ പെൺകുട്ടിക്ക് നീ എന്തിനാണ് കല്യാണം ആലോചിക്കുന്നത്?
ഇവിടെ വന്നാൽ നിന്റെ ജോലി എന്താണോ അത് ചെയ്തിട്ട് പൊക്കോണോ എന്ന് പറഞ്ഞ് ഹീറോ അവരെ വിരട്ടുന്നുണ്ട്. ഈ സമയത്ത് ആ എംപ്ലോയി വല്ലാതെ പേടിച്ചിട്ട് സോറി സാർ എന്ന് പറഞ്ഞ് അയാളോട് ക്ഷമാപണം നടത്തുന്നു. പോകുന്നതിന് മുമ്പായി ആ സ്ത്രീയുടെ 1 മാസത്തെ ശമ്പളം കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഹീറോ പോകുന്നത്. സ്റ്റാഫുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്, കാരണം ഹീറോ ഒന്ന് വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. പതിവില്ലാതെയാണ് ഹീറോ ഇങ്ങനെ സ്റ്റാഫുകളോട് ദേഷ്യപ്പെടുന്നത്. സിഇഒക്ക് ഇത് എന്ത് പറ്റിയെന്നാണ് അവരൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. ഓഫീസ് റൂമിലേക്ക് വന്ന ഗോപിനാവട്ടെ അസിസ്റ്റന്റിനോട് വല്ലാതെ ദേഷ്യപ്പെടുന്നുണ്ട്. അവൾക്ക് എന്ത് ധൈര്യമുണ്ടായിട്ടാണ് എന്റെ ഭാര്യയ്ക്ക് അവള് മറ്റൊരു വിവാഹം അവൾ ആലോചിച്ചത്. അസിസ്റ്റന്റ് ഈ സമയത്ത് പറയുന്നുണ്ട്, സാർ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഹീറോയിൻ ഇതുപോലെ മാരേജ് കഴിഞ്ഞ ഇവരൊന്നും അവർക്ക് അറിയില്ലല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നൊക്കെ പറഞ്ഞ് അയാളെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ അയാളും വിചാരിക്കുന്നുണ്ട്, ഓ അതാണല്ലേ കാര്യം, എങ്കിൽ പിന്നെ അവളുടെ മാരേജ് കഴിഞ്ഞു എന്ന് ഇവിടെ അങ്ങ് അറിയിച്ചേക്കാമെന്ന് തന്നെ അയാൾ മനസ്സിലുറപ്പിക്കുന്നു. അങ്ങനെ ഹീറോ ആവട്ടെ മനസ്സിലൊരു പദ്ധതി തയ്യാറാക്കുന്നു. ലഞ്ച് ടൈം ആയപ്പോഴേക്കും എല്ലാവരും ഫുഡ് കഴിക്കാനായി ക്യാൻറ്റീനിലേക്ക് പോകുന്നു. ഈ സമയത്ത് ഹീറോയിനെ അവരൊക്കെ വിളിക്കുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ അവരോട് പോകാൻ ഒരുങ്ങിയതാണെങ്കിലും ഹീറോയുടെ വീട്ടിലെ ജോലിക്കാരിയാവട്ടെ അവർക്ക് രണ്ടുപേർക്കുള്ള ഭക്ഷണവുമായി അങ്ങോട്ടേക്ക് വരുന്നു. നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾക്കായി ഫുഡ് കൊടുത്തു വിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാണ് അവർ ആ ലഞ്ച് ബോക്സ് അവിടെ വെക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ അവളുടെ മാരേജ് കഴിഞ്ഞോ, നിനക്ക് കഴിക്കാനായി ഭക്ഷണമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ, ആരാ നിന്റെ ഭർത്താവ് എന്നൊക്കെ അവർ ചോദിക്കുന്നു. ജോലിക്കാരി വന്നിട്ട് ഹീറോയ്ക്കും ഫുഡ് വെക്കുന്നുണ്ട്. ഈ സമയത്ത് ഗോപൻ ചോദിക്കുന്നുണ്ട്, സിയുടെ വിവാഹം കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കേൾക്കെ തന്നെ സംസാരിച്ചോ എന്ന്. എല്ലാ സ്റ്റാഫുകൾക്കും അവളുടെ വിവാഹം ഇതിനോടകം കഴിഞ്ഞതായി മനസ്സിലായോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, ബോസ് നിങ്ങൾ പറഞ്ഞതുപോലെ എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്, അവർക്ക് ഇതിനോടകം തന്നെ അവരുടെ വിവാഹം കഴിഞ്ഞു എന്നുള്ള കാര്യം മനസ്സിലായി എന്നൊക്കെ പറയുന്നു. എംപ്ലോയീസിനെല്ലാം അവളുടെ വിവാഹം ഇതിനോടകം തന്നെ കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കൊടുത്തപ്പോൾ ഹീറോയ്ക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു. ഹീറോയിനെ അവിടുത്തെ സ്റ്റാഫുകളൊക്കെ പിടിച്ചിട്ട് ടോർച്ചർ ചെയ്യുകയായിരുന്നു, അവളുടെ ഹസ്ബൻഡ് റിച്ച് ആണോ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ അവൾ പറയുന്നുണ്ട്, തൻ്റെ ഹസ്ബൻഡ് റിച്ച് ഒന്നുമല്ല, ഒരു പാവപ്പെട്ടവനാണ്, ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളാണ്, അതുകൊണ്ടാണ് തനിക്ക് ഫുഡൊക്കെ കൊടുത്തു വിട്ടേ എന്നൊക്കെ പറഞ്ഞ് അവരെ സമാധാനപ്പെടുത്തുന്നുണ്ട്. ഓ അങ്ങനെയാണോ എന്ന് പറഞ്ഞിട്ട് തന്നെ അവരൊക്കെ ക്യാൻറ്റീനിൽ പോയി ആഹാരം കഴിക്കാനായി പോകുന്നു. അങ്ങനെ ഹീറോയിനും ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചതിന് ശേഷം ലഞ്ച് ബോക്സ് വാഷ് ചെയ്യാൻ വരുന്ന നേരത്ത് ഹീറോയെ അവൾ കാണുന്നുണ്ട്. ഹീറോയും ഭക്ഷണം കഴിച്ചിട്ട് വരികയായിരുന്നു. ഈ സമയത്ത് അവൾ ഭക്ഷണം കഴിച്ചു എന്ന് ഹീറോ തിരക്കുമ്പോഴത്തേക്കും അവിടെയുള്ള എംപ്ലോയീസ് ഒക്കെ കയറി വരുമ്പോൾ അവരുടെ കയ്യിലുള്ള ലഞ്ച് ബോക്സ് സെയിം ആണെന്ന് ശ്രദ്ധിക്കുന്നു. ഇതെന്താ രണ്ടുപേർക്കും ഒരുപോലത്തെ ലഞ്ച് ബോക്സ് എന്ന് അതിലൊരു സ്റ്റാഫ് ഹീറോ എടുത്തും അതുപോലെ ഹീറോയിൻ്റെ അടുത്തും ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിൻ പറയുന്നുണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഫുഡ് ഡെലിവറി ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞില്ലേ, അവിടെ നിന്നുള്ള ഫുഡാണ് സാറും ഓർഡർ ചെയ്തിരിക്കുന്നതെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് അവൾ ഹീറോയുടെ കയ്യിൽ നിന്ന് ലഞ്ച് ബോക്സും വാങ്ങി അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവളിങ്ങനെ കള്ളങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് രക്ഷപ്പെടുന്ന കണ്ടിട്ട് ഹീറോയ്ക്ക് ചിരിയടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഹീറോ ഓഫീസിലിരിക്കുമ്പോൾ അസിസ്റ്റന്റ് വന്നിട്ട് പറയുന്നുണ്ട്, ഹീറോയിൻ പഠിച്ചിരുന്ന കോളേജിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് ചീഫ് ഗസ്റ്റായിട്ട് ഹീറോയെ ക്ഷണിച്ചിട്ടുണ്ടെന്ന്. ഹീറോയിൻ അവിടെ പഠിച്ചത് കൊണ്ട് തന്നെ ഹീറോ അങ്ങോട്ടേക്ക് പോകാമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവിടേക്ക് പോകുമ്പോൾ ഹീറോയിനെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് ഹീറോ പോകുന്നത്. ഹീറോയിൻ പരിഭ്രാന്തിയോടെ ഇരിക്കുന്നുണ്ടിട്ട് ഹീറോ അവളോട് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റിയെന്ന്. കോളേജ് ടൈമിലായിരുന്നല്ലോ താൻ പ്രഗ്നന്റ് ആയിരുന്നത്, അതുകൊണ്ട് തന്നെ അവിടെയുള്ളവരെല്ലാം എന്നെക്കുറിച്ച് മോശമായി പറഞ്ഞിരുന്നു. പക്ഷേ എൻ്റെ പ്രൊഫസർ മാത്രം എന്നെ സപ്പോർട്ട് ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചത്. അവർ വളരെ നല്ല വ്യക്തിയാണെന്നൊക്കെ ഹീറോയിൻ പറയുന്നു. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്, നീ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എനിക്ക് തന്നെ വേണ്ട വിധം കെയർ ചെയ്യാൻ സാധിച്ചിട്ടില്ല, അതിനെ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഹീറോ അവട്ടെ സ്റ്റേജിൽ പ്രസംഗിക്കാൻ വന്ന് നിൽക്കുന്നുണ്ട്. ഈ സമയത്തല്ല ഹീറോ അവളെ കിസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു അവളുടെ മനസ്സിലുണ്ടായിരുന്നത്. അതവളെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടേയിരുന്നു. ഈ സമയത്ത് അവിടെ അടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റുഡൻസ് പറയുന്നുണ്ട്, ഹീറോയെ കാണാൻ നല്ല രസമുണ്ട്, അതുമാത്രമല്ല ഹീറോയെ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി വളരെ ഭാഗ്യവതിയാണെന്നും പറയുന്നു. ഹീറോയെ തനിക്ക് വിവാഹം കഴിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ അവിടെ ഇരിക്കുന്ന പെൺകുട്ടികൾ പറയുന്ന കേൾക്കുമ്പോൾ ഹീറോയിന് വല്ലാതെ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളത് പുറമേ പ്രകടിപ്പിക്കാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് അവളുടെ പ്രൊഫസറെ കാണാനായി പോകുന്നു. അവൾ പ്രൊഫസറോട് പറയുന്നുണ്ട്, നിങ്ങളുടെ റെക്കമെൻഡേഷൻ കാരണമാണ് എനിക്ക് ഗൂ കമ്പനിയിൽ ജോലി ലഭിച്ചത്, 50,000 രൂപ മാസശമ്പളം ഉണ്ടെന്നും പറയുന്നു. ഇത് കേട്ടതും പ്രൊഫസറും വല്ലാതെ സന്തോഷിക്കുന്നു. ഈ ടൈമിലാവട്ടെ ഹീറോയിൻ്റെ കൂടെ പഠിച്ച കുറച്ച് കൂട്ടുകാരികൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ കണ്ടതും അവരൊക്കെ പരിഹസിക്കാൻ തുടങ്ങുന്നു. പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രഗ്നന്റ് ആയ പെൺകുട്ടി ഇവളല്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ഈ സമയത്ത് പ്രൊഫസർ അവരോട് ദേഷ്യപ്പെടുന്നുണ്ട്. എൻ്റെ മുൻപിൽ വെച്ച് തന്നെ ഇവളെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ ശ്രമിക്കുന്നു. മര്യാദയ്ക്ക് നിങ്ങളൊക്കെ വായടച്ചോ, ഇവളിപ്പോൾ ഗൂ കമ്പനിയിൽ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നതെന്ന് അവർ പറയുന്നു. പക്ഷെ ആ പെൺകുട്ടികളൊന്നും അതൊന്നും വിശ്വസിക്കുന്നില്ല. അവൾ കള്ളം പറയുകയാണെന്ന് പറഞ്ഞ് അവരൊക്കെ തർക്കിക്കുന്നു. അങ്ങനെ ഒരു കമ്പനിയിലൊന്നും ഇവളെ പോലെ ഒരുത്തേക്ക് എത്തിപ്പറ്റാൻ പോലും പറ്റില്ല എന്നും, അതുമാത്രമല്ല ബോയ്സിനെ ഇംപ്രസ് ചെയ്യാനാണല്ലോ ഇവൾക്ക് ഇഷ്ടം, വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരു സ്റ്റുഡന്റ് അവളെ പരിഹസിക്കുന്നു. ഈ ടൈമിൽ തന്നെ നമ്മുടെ ഹീറോ അങ്ങോട്ടേക്ക് കയറി വരുന്നുണ്ട്. ഹീറോയിന്റെ ക്ലാസ്മേറ്റ് എല്ലാം അയാളെ കണ്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അയാൾ എത്ര സുന്ദരനാണ്, ഹോട്ടാണെന്നൊക്കെ പറഞ്ഞ് അയാളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഹീറോ അവിടെ നേരെ വന്ന് ഹീറോയിന്റെ അടുത്ത സീറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്.
ഹീറോ അവിടെ തന്റെ കാർഡ് എടുത്ത് പ്രൊഫസർക്ക് കൊടുത്തിട്ട് എന്ത് ആവശ്യമുണ്ടെങ്കിലും തന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുന്നു. ഈ സമയത്ത് പ്രൊഫസർ എടുത്ത് ഇത് എന്റെ ബോസ് ആണെന്നുള്ള രീതിയിൽ ഹീറോയിൻ ഇൻട്രൊഡക്ഷൻ നടത്തുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് അവളോട് ചോദിക്കുന്നുണ്ട് എന്താ ഞാൻ നിന്റെ ബോസ് മാത്രമാണോ എന്ന്. അതിനുശേഷം ഹീറോയിന്റെ പുറകിലുണ്ടായിരുന്ന മാരേജ് സർട്ടിഫിക്കറ്റ് അവരെ കാണിക്കാൻ തുടങ്ങുന്നു. ഹീറോയിൻ ആവട്ടെ അതൊന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞ് അവനെ തടയുന്നു. ഈ സമയത്ത് അവരെ ക്ലോസ് ആകുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ട് ഹീറോയിന്റെ മറ്റ് ക്ലാസ്മേറ്റിന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ടൈമിൽ പ്രൊഫസറും ചോദിക്കുന്നുണ്ട് ഇവിടെ എന്തൊക്കെയാ ഈ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഗോവിന്ദ് സിസി എടുത്ത് പറയുന്നുണ്ട് നിന്നെക്കുറിച്ച് ഇവർ മോശമായി പറയുന്നതൊക്കെ ഞാൻ കേട്ടു, അതുകൊണ്ട് ഇവർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കണം, ഞാൻ ആരാണെന്നുള്ള കാര്യം ഇവർക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് വിചാരിക്കുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവളുടെ ക്ലാസ്മേറ്റ്സും ചോദിക്കുന്നുണ്ട് നിങ്ങൾ തമ്മിൽ എന്താണ് റിലേഷൻഷിപ്പ്, നിങ്ങൾ തമ്മിൽ വല്ലാത്തൊരു അടുപ്പം ഉണ്ടെന്ന് തോന്നല്ലോ, എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് പ്രൊഫസർ എടുത്ത് പറയുന്നുണ്ട് ഇതെന്റെ ബോസാണ്, ഞാൻ ഇദ്ദേഹത്തെ വിവാഹം കഴിച്ചു എന്ന്. പ്രൊഫസർക്കാകട്ടെ ഇത് കേട്ടിട്ട് വളരെയധികം സന്തോഷമാവുന്നു. അവൾക്ക് നല്ലൊരു ജീവിതം ലഭിച്ചല്ലോ എന്നൊക്കെ ആലോചിച്ച് അവർക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഹീറോയിന്റെ ക്ലാസ്മേറ്റ് ആവട്ടെ അവരുടെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു. അവർക്ക് വല്ലാത്ത ദേഷ്യവും അതുപോലെ തന്നെ കുശുമ്പും ഒക്കെ തോന്നുന്നുണ്ട്. ഹീറോയിന് നല്ലൊരു ജീവിതം കിട്ടിയല്ലോ എന്ന് കരുതിയിട്ട് അതിൽ കുറച്ചു പേരൊക്കെ പറയുന്നുണ്ട് അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രഗ്നന്റ് ആയതാണെന്നൊക്കെ. അപ്പോൾ ഹീറോ പറയുന്നുണ്ട് അത് എന്റെ കുട്ടിയാണെന്ന്. പിന്നീട് അവർക്ക് തുറന്നൊന്നും ചോദിക്കാനും പറ്റുന്നില്ല ഹീറോയുടെ അടുത്ത്. സിയാങ്ങും അവളുടെ അച്ഛനും കൂടി ഹീറോയിനെ എങ്ങനെയും കടത്തിക്കൊണ്ടു പോകാനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്കൊരു ഡ്രിങ്ക്സ് പാർട്ടി ഉണ്ട്, നീ അതുകൊണ്ട് വീട്ടിലേക്ക് പൊക്കോളൂ, ഞാനിവിടെ പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് മടങ്ങി എത്തുള്ളൂ എന്ന്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് ഞാനൊരു കോൾ ടാക്സി എടുത്ത് ഇവിടെ നിന്ന് വീട്ടിലേക്ക് പൊക്കോളാമെന്ന്. വീട്ടിലെത്തിയാൽ ഉടനെ തന്നെ അവന് മെസ്സേജ് അയക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ട് തന്നെയാണ് അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നത്. ഈ സമയത്ത് സിയാങ്ങിന്റെ ഒരു കോള് ഹീറോയിന് വരുന്നുണ്ട്. ഈ ഇടയ്ക്കല്ലായിരുന്നു നിന്റെ അമ്മ ഒരു കാർ അപകടത്തിൽ മരിച്ചത്, അതൊരു അപകടമല്ലായിരുന്നു, കൊലപാതകമാണെന്ന് അവൾ ഹീറോയിന്റെ അടുത്ത് പറയുന്നു. ആരാണ് എന്റെ അമ്മയെ കൊന്നയെന്ന് നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾ പറയുന്ന സ്ഥലത്തേക്ക് വന്നാൽ മാത്രമേ അത് പറയുള്ളൂ എന്ന് പറയുന്നു. അങ്ങനെ സിയാങ്ങിനെ മീറ്റ് ചെയ്യാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ഹീറോയിൻ വരുന്നുണ്ട്. എൻ്റെ അമ്മയെ ആരാ കൊന്നേ എന്ന് അവൾ ചോദിക്കുന്നു. സിയാങ് ഈ സമയത്ത് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറയാം, പക്ഷേ അത് പറയുന്നതിന് മുമ്പായി നീ ഹീറോയെ വിട്ടു പോയെങ്കിൽ മാത്രമേ സത്യം ഞാൻ വെളിപ്പെടുത്തുള്ളൂ എന്നവൾ പറയുന്നു. ഹീറോയിൻ താനും ഒരു കോൺട്രാക്ട് എഗ്രിമെന്റ് വിവാഹമാണ് നടത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല കുഞ്ഞിന് 3 വയസ്സ് കഴിയുമ്പോൾ ഞാൻ ഹീറോയെ ഡിവോഴ്സ് ചെയ്യും, കുഞ്ഞിനെ വളർത്താൻ വേണ്ടിയിട്ടാണ് ഹീറോയെ വിവാഹം കഴിച്ചതെന്നൊക്കെ അവൾ പറയുന്നു. എന്നാൽ സിയാങ് അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവൾ ഹീറോയെ വിട്ടു പോയാൽ മാത്രമേ അവളുടെ അമ്മയുടെ മരണത്തിന് കാരണക്കാരായവരുടെ പേരുകൾ അവൾ വെളിപ്പെടുത്തൂ എന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട് നീ ഇനി ആ പേരുകളൊന്നും പറയണ്ട, നീ ഹീറോയെ വിട്ടുപോകാൻ വേണ്ടിയിട്ടാണ് എന്നെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഹീറോയിൻ പോയ ഉടനെ തന്നെ സിയാങ്ങിന്റെ ആളുകൾ അവളെ കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട്. അവളെ ആവട്ടെ ഒരു ഗോഡൌണിൽ അടച്ചു വെച്ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് സിയാങ്ങിന്റെ അച്ഛൻ അവളുടെ വായിലെ തുണി മാറ്റിയിട്ട് അവളുടെ മുഖം നോക്കുമ്പോൾ ആവട്ടെ അന്തം വിട്ടു പോകുന്നുണ്ട്. കാരണം അവളെ കണ്ടാൽ തന്റെ എക്സ് മാതിരി ഇരിക്കുന്നല്ലോ എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നുണ്ട്. സിയാങ് അയാളോട് ചോദിക്കുന്നുണ്ട് എന്താ അച്ഛൻ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുന്നത്, അവൾ സുന്ദരിയായതുകൊണ്ട് തന്നെയാണ് ഹീറോ അവളെ വിവാഹം കഴിച്ചിരിക്കുന്നതെന്ന്, അതുകൊണ്ട് തന്നെ അവളുടെ മുഖം പൊള്ളിച്ചു കളയണമെന്ന് സിയാങ് ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് അയാൾ മകൾ പറഞ്ഞ പോലെ തന്നെ ഹീറോയിന്റെ മുഖം പൊള്ളിക്കാനായി ഒരുങ്ങുന്നുണ്ടെങ്കിലും അവള് തന്നെ വിടണമേ എന്ന് പറഞ്ഞ് അവരോട് അപേക്ഷിക്കുന്നു. ഹീറോ അവിടെ ഡ്രിങ്ക്സ് പാർട്ടി അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് അവിടെയുള്ളവരൊക്കെ ചോദിക്കുന്നുണ്ട് നിന്നോടൊപ്പം ഒരു പെൺകുട്ടി ഉണ്ടെന്ന് അറിഞ്ഞല്ലോ, എപ്പോഴാണ് നിങ്ങളുടെ വെഡിങ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതെന്നൊക്കെ. ഉടനടി തന്നെ വെഡിങ് ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കുന്നു. ഹീറോ പറയുമ്പോഴാവട്ടെ അസിസ്റ്റന്റ് വന്നിട്ട് ആ ജെയ്ഡ് പെൻഡന്റ് ആരുടെയാന്ന് കണ്ടുപിടിച്ചു, അത് സിയാങ്ങിന്റെ അച്ഛൻ്റെതാണെന്ന് പറയുന്നു. സിയാങ്ങിന്റെ അച്ഛനായ ജോർജ് ഹീറോയിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. സിയാങ് ആവട്ടെ ഈ സമയം നമ്മുടെ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട് നിനക്ക് ഒരു ചാൻസും കൂടി തരാം, നീ ഹീറോയെ വിട്ടു പോകാന്നുണ്ടെങ്കിൽ നിന്റെ ജീവൻ വെറുതെ തന്നേക്കാമെന്ന്. എന്നാൽ സിസി പറയുന്നുണ്ട് തനിക്ക് ഹീറോയെ വിട്ടിട്ട് പോകാൻ സാധിക്കത്തില്ല എന്ന്. ഈ സമയത്ത് പാർട്ടിയൊക്കെ അവസാനിച്ചതിന് ശേഷം ഹീറോ വെളിയിലേക്ക് വരുമ്പോൾ അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട് ഹീറോയിന്റെ അച്ഛനെ കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് വല്ലാത്ത സന്തോഷമാവുമെന്ന്. ഹീറോ അയാളടുത്ത് ചോദിക്കുന്നുണ്ട് നീ ഇത് ഏത് അർത്ഥത്തിലാണ് ഈ പറയുന്നതെന്ന്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് അത് പിന്നെ താങ്കളുടെ വൈഫ് ഒരു പാവപ്പെട്ട ഫാമിലിയിൽ ജനിച്ചവളായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവളുടെ അച്ഛൻ ഫാമിലിയിലെ ഒരുപാട് സ്വത്തുക്കളുള്ള ഒരു കോടീശ്വരനാണെന്ന് കേൾക്കുമ്പോൾ സാധാരണമായി അവൾക്കൊരു സന്തോഷം ഉണ്ടാവുമല്ലോ എന്ന് അയാൾ പറയുന്നു. ഹീറോയിൻ സ്വന്തം മകളാണെന്ന് അറിയാതെ ജോർജ് ആവട്ടെ അവളുടെ മുഖത്ത് പൊള്ളലേൽപ്പിക്കാൻ ഒരുങ്ങുന്നുണ്ട്. തന്നെ വിടണമേ എന്ന് അവള് അയാളോടൊക്കെ അപേക്ഷിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ഹീറോയിന്റെ മെസ്സേജ് ഒന്നും വന്നില്ലല്ലോ എന്ന് കരുതി ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. മെസ്സേജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുന്നു. ഈ സമയത്ത് അത് സ്വിച്ച് ഓഫ് ആണെന്ന് അറിയുന്നു. അതുകൊണ്ട് തന്നെ വീട്ടിലെ ജോലിക്കാരിയെ വിളിച്ചിട്ട് അവൾ എവിടെയാണെന്ന് തിരക്കുമ്പോൾ അവൾ വീട്ടിലെത്തിയിട്ടില്ല എന്നുള്ള വിവരം അയാൾ അറിയുന്നു. ഹീറോയിൻ എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലാക്കിയ ഹീറോ ആവട്ടെ ഉടനടി തന്നെ അവളെ അന്വേഷിക്കാനായി അസിസ്റ്റന്റിനോട് ആവശ്യപ്പെടുന്നു. ഈ സമയത്താവട്ടെ ഹീറോയിന്റെ മുഖം പൊള്ളലേൽപ്പിക്കാനായി അവളുടെ സ്വന്തം അച്ഛൻ തന്നെ തുടങ്ങുമ്പോൾ അയാൾക്കൊരു കോള് വരുന്നുണ്ട്. അത് വേറെ ആരുമായിരുന്നില്ല, നമ്മുടെ ഹീറോയിന്റെ അമ്മയുടെ അച്ഛനായിരുന്നു. അയാൾ ഈ ജോർജിനോട് പറയുന്നത് എന്തെന്ന് വെച്ചാൽ അയാളുടെ മകളെയും അതുപോലെ തന്നെ കൊച്ചുമകളെയും കണ്ടുപിടിച്ചു കൊടുത്താൽ കമ്പനിയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റീസും അയാളെ ഏൽപ്പിക്കാമെന്നാണ്.
ജോർജ് ഉടനടി തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട അങ്കിൾ, ഞാൻ നിങ്ങളുടെ മകളെ ഉടനടി തന്നെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞിട്ട് കോള് വെക്കുന്നുണ്ട്. ഈ സമയത്ത് സിയാങ് അയാളോട് ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാൽ പ്രശ്നമെന്ന്. അങ്ങനെ അയാൾ അവിടെ അയാളുടെ പാസ്റ്റ് ലൈഫ് പറയാൻ തുടങ്ങുന്നുണ്ട്. ഞാൻ ഒരിക്കൽ ഗ്രാമത്തിൽ പോയപ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി, അവളുമായി ഇഷ്ടത്തിലാവുന്നു. അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ അവളെ ഞാൻ ഉപേക്ഷിക്കുന്നു. പക്ഷേ അവൾ ആ ടൈമിൽ പ്രഗ്നന്റ് ആയിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. അവളെ തൻ്റെ അടുത്ത് നിന്ന് അകറ്റിയതിന് ശേഷമാണ് അറിയുന്നത് അവൾ മൂ ഫാമിലിയിലെ വലിയ സമ്പന്നയിൽ വളർന്നിരുന്ന ഒരു പെൺകുട്ടിയാണെന്ന്. എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അവളുടെ അച്ഛൻ്റെ കൂടെ വഴക്കിട്ടിട്ട് വന്നിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ അതൊന്നും അറിയാതെ അവളെ റിജക്റ്റ് ചെയ്തു. ഞാനിപ്പോൾ അവൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അവളുടെ അച്ഛനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ സ്വത്തുക്കളും എനിക്ക് എഴുതി തരാമെന്ന് പറഞ്ഞിരിക്കുകയാണെന്ന് ജോർജ് മകളോട് പറയുന്നു. മൂ ഫാമിലി എന്ന് പറയുന്നത് തന്നെ ചൈനയിലെ ഏറ്റവും ഒരു ധനികരമായ കുടുംബമാണ്. അവിടെ നിന്നുള്ള സ്വത്തുക്കൾ എഴുതി കിട്ടുക എന്ന് പറയുമ്പോൾ ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ധനികനായി ഞാൻ മാറുന്നതായിരിക്കും. ഉടനടി തന്നെ എൻ്റെ എക്സിനെയും അവളുടെ മകളെയും കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ സിയാങ് ഈ സമയത്ത് ചോദിക്കുന്നുണ്ട്, ഇവളെ ഇനി എന്താ ചെയ്യേണ്ടതെന്ന്. ഗൂബിനെക്കാട്ടിലും വലിയൊരു പണക്കാരനാവാൻ പോവുകയാണ് ഞാൻ, പിന്നെ ഇവളെ എന്ത് ചെയ്യാനാ, ഇവളെ നമുക്ക് ഇവിടെ വിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഇരുവരും അവിടെ നിന്ന് പോകുന്നു. ഉടനടി തന്നെ അവരുടെ ബോഡി ഗാർഡ്സ് അവിടെ വന്നിട്ട് ഇനി നമ്മൾ ഇവിടെ എന്ത് ചെയ്യാനാ, നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് അവരും അവിടെ നിന്ന് പോകുന്നു. എന്നിരുന്നാലും ഹീറോയിൻ ഈ സമയത്ത് എവിടെയാണെന്നുള്ള കാര്യം ഹീറോ കണ്ടുപിടിക്കുന്നുണ്ട്. അങ്ങനെ അവളെ രക്ഷിക്കാനായി അങ്ങോട്ടേക്ക് വരുന്നു. അവളെ രക്ഷിക്കുന്ന സമയത്ത് അവൾ ബോധരഹിതയായിരുന്നു. അതുകൊണ്ട് തന്നെ ഉടനടി അവളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെ അവൾക്ക് കുറേശ്ശെ അവളുടെ കോൺഷ്യസ്നെസ് തിരികെ വരുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് ഉടനെ തന്നെ അയ്യോ പ്ലീസ് എന്റെ മുഖം പൊള്ളിക്കല്ലേ എന്ന് പറഞ്ഞ് അലറി വിളിക്കാൻ ഒരുങ്ങുന്നു. ഈ സമയത്ത് ഹീറോ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിനക്കൊന്നും പറ്റില്ല, ഞാൻ നിന്റെ അരികിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞ്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട്, സിയാങ് അവളുടെ അച്ഛനും കൂടി ചേർന്നാണ് എന്നെ തട്ടിക്കൊണ്ടുപോയത്. അങ്ങനെ അവർ എന്റെ മുഖം പൊള്ളിക്കാനായി ശ്രമിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ താൻ പേടിച്ച് അലറി വിളിച്ചതെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് ജോർജ് ആണ് അവളുടെ അച്ഛനെന്ന് പറയണോ വേണ്ടയോ എന്ന് അവൻ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് ഹീറോ ചോദിക്കുന്നുണ്ടെങ്കിലും അവൾക്കൊന്നും ഓർമ്മയില്ല. കുറച്ചു സമയത്തിന് ശേഷം ഞാൻ മയങ്ങിപ്പോയിരുന്നുവെന്നും ഇപ്പോഴാണ് ബോധം തെളിഞ്ഞെന്നൊക്കെ പറയുന്നു. ഹീറോയിൻ കണ്ണ് തുറന്നു എന്നറിഞ്ഞ് ഹീറോയുടെ അസിസ്റ്റന്റ് ഉടനടി തന്നെ അങ്ങോട്ടേക്ക് ഓടി വന്നിട്ട് മേഡം നിങ്ങളോടൊരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട്, നിങ്ങളുടെ അച്ഛനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോഴേക്കും ഹീറോ ആവട്ടെ അവന്റെ സംസാരം നിർത്തുന്ന രീതിയിൽ ആംഗ്യം കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഹീറോയിനുള്ള മരുന്ന് എടുത്തുകൊണ്ട് വരാനായി അയാളെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നു. അവള് സന്തോഷത്തോടെ തന്നെ ഹീറോ എടുത്ത് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്റെ അച്ഛനെ കണ്ടുപിടിച്ചോ എന്ന്. എന്ത് പറയണമെന്നറിയാതെ അയാൾ പതറുന്ന സമയത്ത് അസിസ്റ്റന്റ് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. അയാൾ ഈ സംസാരമൊക്കെ കേട്ടിട്ട് ഉടനടി തന്നെ പറയുന്നുണ്ട്, ബോസ് മേഡത്തിന്റെ അടുത്ത് അവരുടെ അച്ഛൻ ആരാണെന്നുള്ള സത്യം പറയൂ, പെട്ടെന്ന് തന്നെ അവരുടെ ഹെൽത്ത് ഓക്കെ ആവൂ എന്നൊക്കെ പറയുന്നു. ഹീറോ ഈ സമയത്ത് അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, നിന്നോട് ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞില്ലേ, പിന്നെ നീ ഇവിടെ എന്ത് ചെയ്യുകയാണെന്ന്. ഉടനടി തന്നെ അയാൾ അവിടെ നിന്ന് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് വലിയുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് അവൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്, എന്റെ അച്ഛൻ ആരാണെന്ന് നീ കണ്ടുപിടിച്ചോ. അവളുടെ അച്ഛൻ ആരാണെന്ന് പറയാൻ അവൾ ആവശ്യപ്പെടുന്നുണ്ട്. ശരി ഞാൻ നിന്റെ അച്ഛൻ ആരാണെന്ന് പറയാം, പക്ഷെ നീ പേടിക്കരുതെന്ന് ഹീറോയിന്റെ അടുത്ത് അവൻ പറയുന്നുണ്ട്. ഞാൻ പേടിക്കത്തൊന്നുമില്ല, ആരാണ് എന്റെ അച്ഛൻ എന്ന് പറയാൻ അവൾ ആവശ്യപ്പെടുന്നു. ഈ സമയത്ത് അവൻ പറയുന്നുണ്ട്, ജോർജ് ആണ് നിന്റെ അച്ഛൻ, അതായത് സിയാങ്ങിന്റെ അച്ഛൻ തന്നെയാണ് അവളുടെ അച്ഛൻ എന്ന് ഹീറോ പറയുന്നു. ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഇത്രയും മോശമായ ഒരാളാണോ തൻ്റെ അച്ഛനെന്ന് ഓർത്ത് അവൾ വല്ലാതെ ഫീൽ ചെയ്യുന്നു. ഉടനടി തന്നെ ഹീറോ അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്, നിനക്ക് ഞാനില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. സിയാങ്ങിന്റെ അച്ഛനാവട്ടെ തീവ്രമായി തന്നെ ഹീറോയിന്റെ അമ്മയെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. വളരെയധികം കാശ് കിട്ടുമെന്ന് കേട്ടപ്പോൾ സിയാങ്ങും അവളുടെ അച്ഛൻ്റെ ഒപ്പം ചേർന്ന് ആ സ്ത്രീയെ അന്വേഷിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ആ സ്ത്രീയുടെ ഫോട്ടോ കയ്യിലുണ്ടോ എന്ന് അവള് ജോർജിൻ്റെ കൂടെ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ എങ്ങനെ ഇരിക്കുന്നതെന്നുള്ള കാര്യം തനിക്കറിയത്തില്ല. പഴയ ഫോട്ടോസ് ഉണ്ടെന്നും പറഞ്ഞൊരു ഫോട്ടോ അവളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ അവൾ ആകെ അന്താളിക്കുന്നുണ്ട്. ഇവരെയല്ലേ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഞാൻ കാർ ഇടിച്ച് കൊന്നേ എന്ന് അവൾ ആലോചിക്കുന്നു. എന്റെ ദൈവമേ, ഇതെങ്ങാണോ അച്ഛൻ മനസ്സിലാക്കിയാൽ എന്നെ കൊന്നു കളയുമല്ലോ എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഈ ഇൻവെസ്റ്റിഗേഷൻ നിർത്തലാക്കിയേ പറ്റത്തുള്ളൂ എന്ന് മനസ്സിലാക്കി അവളാവട്ടെ ഉടനടി തന്നെ അയാളോട് പറയുന്നുണ്ട്, ചിലപ്പോൾ അവർ പേര് മാറ്റിയിട്ടുണ്ടെങ്കിലോ വേറെ ഏതെങ്കിലും പേരിലാണെങ്കിൽ അവരെ എങ്ങനെ കണ്ടുപിടിക്കുമെന്നൊക്കെ അയാളോട് അവൾ ചോദിക്കുന്നുണ്ട്. സിയാങ്ങിന്റെ അച്ഛനും പറയുന്നുണ്ട്, നീ പറയുന്നത് കറക്റ്റാണ്, ഞാൻ വേറെ എന്തെങ്കിലും കൂടി പദ്ധതികളൊക്കെ തയ്യാറാക്കേണ്ടിയിരിക്കുന്നു എന്ന്. പിന്നീട് ഹോസ്പിറ്റലിലെ സീനാണ് കാണിക്കുന്നത്. ഹീറോയിനുള്ള മരുന്നുമായിട്ട് അസിസ്റ്റന്റ് വരുമ്പോഴത്തേക്കും ഹീറോയിൻ ഒരുങ്ങുന്നുണ്ട്. എന്താ സാർ, ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ ഹീറോയിൻ ഉറങ്ങിപ്പോയോ എന്ന് ഗോപിന്റെ അടുത്ത് അയാൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, അവൾ ഉറങ്ങിപ്പോയി. എന്തിനാണ് നീ അവളുടെ അച്ഛനെ കുറിച്ചുള്ള സത്യം പറഞ്ഞത്? അവളുടെ അച്ഛൻ തന്നെയാണ് അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. ഇത് കേട്ട് അസിസ്റ്റന്റിന് വല്ലാതെ കുറ്റബോധം തോന്നുന്നുണ്ട്. സോറി സാർ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണെന്ന് അയാൾ പറയുന്നുണ്ട്. ഈ സമയത്ത് കുഴപ്പമില്ല, അത് വിട്ടേക്കു. ഹീറോയിന്റെ അമ്മയാവട്ടെ ഒരു ഗ്രാമത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നതെന്നാണ് കേട്ടത്. അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് അവൻ അയാളോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ ഹീറോയിന്റെ അമ്മയെ കുറിച്ച് അന്വേഷിക്കാനായി അസിസ്റ്റന്റ് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശനാവട്ടെ ഹീറോയിനെ കാണാനായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്താ ഇത്, എന്റെ മോൾക്ക് ഇത് എന്ത് പറ്റിയെന്ന് ഹീറോ എടുത്ത് അയാൾ ചോദിക്കുന്നുണ്ട്. നടന്ന കാര്യങ്ങളെല്ലാം ഹീറോ ആവട്ടെ മുത്തച്ഛനോട് പറയുന്നുണ്ട്. ജോർജ് ആണ് ഹീറോയിനെ തട്ടിക്കൊണ്ടു പോയതെന്നും അതുമാത്രമല്ല ഹീറോയിന്റെ ബയോളജിക്കൽ ഫാദർ അയാൾ തന്നെയാണെന്നും. ഈ സമയം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇങ്ങനെ ഒരു റൗഡിയുടെ മകളാണോ ഹീറോയിൻ? അതുമാത്രമല്ല എന്റെ വീട്ടിലെ പെൺകുട്ടിയെ തൊടാനുള്ള ധൈര്യമുണ്ടായോ? അവന് ഇതിന് തക്കതായ ശിക്ഷ തന്നെ അറിയിച്ചു കൊടുക്കണമെന്ന് മുത്തശ്ശൻ പറയുന്നു.
ഈ സമയത്ത് ഹീറോ ആവട്ടെ മുത്തച്ഛൻ്റെ കൂടെ പറയുന്നുണ്ട്, നിങ്ങൾ വെറുതെ വ്യാകുലതപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളാമെന്ന്. പിന്നീട് സിയാങ്ങിനെ അവളുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ്റെ അമ്മയെ പറ്റി ഒരുപാട് അന്വേഷിക്കുന്നുണ്ടെങ്കിലും ഒരു വിവരം അയാൾക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതിനുശേഷം അയാളാവട്ടെ ബോഡി ഗാർഡിൻ്റെ കയ്യിൽ ഹീറോയിൻ്റെ അമ്മയുടെ ഒരു ചെറുപ്പകാലത്തെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയത്തില്ല, ഇത് ചെറുപ്പകാലത്തെ ഫോട്ടോ ആണെന്ന് പറഞ്ഞ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. ഹോസ്പിറ്റലിലാവട്ടെ ഹീറോയിൻ്റെ അമ്മയെ പറ്റിയുള്ള കാര്യങ്ങൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ട് പറയാനായിട്ട് ഹീറോയുടെ അടുത്ത് അസിസ്റ്റന്റ് എത്തുന്നുണ്ട്. ഹീറോയിൻ്റെ അമ്മയാവട്ടെ ചൈനയിലെ ഏറ്റവും വലിയ ധനിക കുടുംബമായിരുന്ന മൂ ഫാമിലിയിലെ അംഗമാണെന്നും ഒരു ദിവസം അവരൊരു ഗ്രാമത്തിലേക്ക് പോയി ജോർജിനെ കണ്ടുമുട്ടിയെന്നും അയാള് ഒരു വൃത്തികെട്ടവനാണെന്ന് അറിയാതെ അയാളെ സ്നേഹിക്കുകയും അയാളുടെ കുഞ്ഞിനെ ഗർഭം ധരിക്കുകയും ചെയ്യുന്നു. ഈ വിവരം അറിഞ്ഞ് ഹീറോയിൻ്റെ അമ്മയുടെ അച്ഛനാവട്ടെ അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയും ഹീറോയിൻ്റെ അമ്മ സമ്പന്ന കുടുംബത്തിലെ മകളാണെന്ന് അറിയാത്ത ജോർജ് ആവട്ടെ അവളൊരു പാവപ്പെട്ട പെൺകുട്ടിയാണെന്ന് കരുതി ചതിച്ചുപേക്ഷിക്കുകയും ചെയ്യുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ മൂ ഫാമിലിയിലെ എല്ലാ കുടുംബസ്വത്തിന്റെ അവകാശി ഹീറോയിൻ ആണെന്നും അസിസ്റ്റന്റ് വെളിപ്പെടുത്തുന്നു. ഇതൊക്കെ കേട്ട ഹീറോ വല്ലാതെ ഷോക്കാവുന്നു. എന്താ, മൂ ഫാമിലിയിലെ അംഗമാണോ ഹീറോയിൻ എന്നൊക്കെ വിശ്വസിക്കാനാവാത്ത തക്ക വിധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് അയാളോട് പറയുന്നുണ്ട്, ഹീറോയിന്റെ ധനികനായിട്ടുള്ള മുത്തശ്ശൻ അവരെ തിരക്കിക്കൊണ്ടിരിക്കുകയാണെന്നും പറയുന്നുണ്ട്. ഇതൊക്കെ ഹീറോയിൻ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. ഹീറോയിൻ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? എന്റെ മുത്തശ്ശൻ മൂ ഫാമിലിയിലുള്ള ആളാണോ? എനിക്കിപ്പോൾ തന്നെ എന്റെ മുത്തശ്ശനെ കാണണമെന്ന് അവൾ പറയുന്നു. പക്ഷേ അവളുടെ മുത്തശ്ശന് തീരെ സുഖമില്ലെന്നും ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നും ഇനി 6 മാസം മാത്രമേ അയാൾ ജീവനോടെ കാണുമെന്നും അസിസ്റ്റന്റ് വെളിപ്പെടുത്തുന്നു. അധിക നാൾ ആയുസില്ലാത്തത് കൊണ്ട് തന്നെ അവളുടെ മുത്തശ്ശൻ അവളെയും അവളുടെ അമ്മയും തേടിക്കൊണ്ടിരിക്കുകയാണെന്നും അസിസ്റ്റന്റ് പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ തന്നെ ഹീറോയിൻ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളെ ഹഗ് ചെയ്ത് ആശ്വസിപ്പിക്കുന്നുണ്ട്. നിന്റെ മുത്തശ്ശനെ കാണാൻ ഞാൻ നിന്നെ തീർച്ചയായും കൊണ്ടുപോകുന്നതായിരിക്കുമെന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിൻ ആവട്ടെ മുത്തശ്ശനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയായിരുന്നു. അവളെ കണ്ടതും അയാൾക്ക് വല്ലാതെ സന്തോഷമാവുന്നുണ്ട്. നീയാണോ എൻ്റെ കൊച്ചുമകളെന്ന് അയാൾ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട്. എൻ്റെ മകൾ തെറ്റ് ചെയ്തതുകൊണ്ടാണ് നിന്നെക്കുറിച്ച് അന്വേഷിക്കാതിരുന്നത്. ഇപ്പോൾ അവൾ മരിച്ചുപോയി എന്ന് അറിയുന്നു. ഞാൻ നിന്നെ തിരക്കാതിരുന്നതിൽ നീ എന്നോട് ക്ഷമിക്കണമെന്ന് അയാൾ അവളോട് പറയുന്നുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു എന്ന് ഹീറോയിൻ പറയുമ്പോൾ അവളുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, താനും കുറച്ചുനാൾ കഴിയുമ്പോൾ തന്റെ മകളുടെ അടുത്തേക്ക് പോകും. അതിനുശേഷം മൂ ഫാമിലിയിലുള്ള എല്ലാ സ്വത്തുക്കൾക്കും നിനക്കുള്ളതാണ്. ഈ സമയത്ത് ഹീറോയെ ശ്രദ്ധിക്കുന്ന മുത്തശ്ശൻ ആവട്ടെ അയാൾ ആരാണെന്ന് തിരക്കുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, ഇദ്ദേഹം ഗൂ ഫാമിലിയിലെ ഗൂബിനാണെന്ന്. ഇപ്പോൾ ഹീറോയിന്റെ സ്റ്റാറ്റസുമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗൂബിന്റെ സ്റ്റാറ്റസ് വളരെ പിന്നോട്ടായിരുന്നു. ഓ, ഇവൻ ഗൂ ഫാമിലിയിലുള്ളവനാണോ? ഇവൻ നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയതല്ല, ഇവനെ ഡിവോഴ്സ് ചെയ്യ്. നമ്മുടെ സ്റ്റാറ്റസിന് പറ്റിയ ഒരാളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നു. ഈ സമയത്ത് ഗൂബിൻ പറയുന്നുണ്ട്, മുത്തശ്ശൻ എനിക്ക് നിങ്ങളുടെ സ്വത്തൊന്നും വേണ്ട, എനിക്ക് ഹീറോയിനെ മാത്രം മതി. എനിക്കും സീസിക്കും ഒരു പെൺകുഞ്ഞുണ്ട്. ഞങ്ങൾ വളരെ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, നിങ്ങൾ ഗൂബിനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എൻ്റെ കഷ്ടകാല സമയത്ത് അദ്ദേഹമേ ഉള്ളായിരുന്നു എന്നെ സഹായിക്കാൻ. എൻ്റെ അമ്മയ്ക്ക് കല്ലറ പോലും കെട്ടിത്തന്നത് അദ്ദേഹമാണ്. അദ്ദേഹം വളരെ നല്ലയാളാണ്, എന്നെ നന്നായി നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നിരുന്നാലും ഇനി മൂ ഫാമിലിയുടെ എല്ലാ സ്വത്തുവകളും കമ്പനിയും ഒക്കെ നീയാണ് നോക്കി നടത്താൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൾക്കൊരു ഫാമിലി റിങ് കൈമാറുന്നു. ഈ സമയത്ത് ജിയാങ്ങിന്റെ അച്ഛന് ഹീറോയുടെ അടുത്ത് നിന്ന് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഇൻവിറ്റേഷൻ ബോഡി ഗാർഡ് കൊണ്ടു കൊടുക്കുന്നുണ്ട്. എന്തായാലും അയാൾ ആ ഇൻവിറ്റേഷൻ വാങ്ങി വെക്കുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ വീട്ടില് ഹീറോയിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കാണിക്കുന്നത്. എന്തിനാണ് അവളുടെ അച്ഛനെ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യുന്നതെന്ന് അവളെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഗൂബിൻ പറയുന്നുണ്ട്, അവൻ എത്ര ധൈര്യം ഉണ്ടായിട്ടാ എന്റെ ഭാര്യയെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയത്. അതിനുള്ള ബലം ഈ പാർട്ടിയിൽ വെച്ച് അവന് കൊടുക്കുന്നതായിരിക്കുന്നു പറയുന്നു. അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, അന്ന് നിന്നെ തട്ടിക്കൊണ്ടുപോയതിന് എന്റെ കയ്യിൽ തെളിവുകളൊന്നും ഇല്ലായിരുന്നു, അല്ലേ തന്നെ അവനെ ജയിലിലേക്ക് അയച്ചേനെ എന്ന്. ഈ പാർട്ടിയിലേക്ക് വരുത്തി അവനെ അപമാനിക്കാൻ പോവുകയാണെന്ന് ഗൂബിൻ പറയുന്നുണ്ട്. അവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ സിയാങ്ങും അതുപോലെ അവളുടെ അച്ഛനും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോയുടെ വീട്ടിലേക്ക് പാർട്ടിക്ക് പോകണോ വേണ്ടയോ എന്ന് അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ എന്തായാലും ഒരു പാർട്ടിക്ക് പോകാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ഹീറോയുടെ വീട്ടിൽ പാർട്ടി നടക്കുന്നുണ്ട്. ഈ സമയത്ത് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്, നിങ്ങളെ കണ്ടാൽ തന്നെ വളരെ യങ്ങായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കുട്ടിയുടെ അച്ഛനും അതുപോലെ ഒരു ഗൃഹനാഥനും ഒക്കെ ആയിരിക്കുകയല്ലേ. ഫാമിലിയും അതുപോലെ കമ്പനിയും എങ്ങനെയാണ് മാനേജ് ചെയ്ത് കൊണ്ടുപോകണമെന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഭാഗത്തേക്ക് സിയാങ്ങും അവളുടെ അച്ഛനും കൂടി കയറി വരുന്നുണ്ട്. ഹീറോ ആവട്ടെ അവരെ കണ്ടുടഞ്ഞ് തന്നെ ദേഷ്യപ്പെടാനിരിക്കുന്നു. നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് എൻ്റെ ഭാര്യയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് ചോദിച്ച് അവരെ അപമാനിക്കാൻ ശ്രമിക്കുന്നു. അവിടെ ഇൻവൈറ്റ് ചെയ്തിരിക്കുന്ന മറ്റംഗങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനായിരിക്കും ഗൂബിന്റെ വൈഫിനെ ഇയാൾ തട്ടിക്കൊണ്ടുപോയെന്നൊക്കെ ഗോസിപ്പ് പറയുന്നുണ്ട്. സിയാങ്ങിന്റെ അച്ഛൻ ഈ സമയത്ത് പറയുന്നുണ്ട്, നിന്റെ വൈഫ് ആരാണെന്ന് പോലും എനിക്കറിയില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ കിഡ്നാപ്പ് ചെയ്യുന്നതെന്നൊക്കെ. സിയാങ്ങിന്റെ അച്ഛൻ ഈ സമയത്ത് പറയുന്നുണ്ട്, നിന്റെ ഭാര്യയ്ക്ക് ചിലപ്പോൾ തലയ്ക്ക് വെളിവ് കാണത്തില്ല, അല്ലെങ്കിൽ അവളൊരു കുഴപ്പക്കാരിയായിരിക്കുമെന്നൊക്കെ. ഇത് കേട്ട ഹീറോ വളരെ ദേഷ്യത്തോടെ അയാളോട് പറയുന്നുണ്ട്, തന്റെ ഭാര്യയെക്കുറിച്ച് ഒരു മോശമായ വാക്കുകളെങ്കിലും ഇനി അയാൾ പറഞ്ഞാൽ അയാളെ ജീവനോടെ വെച്ചേക്കില്ല എന്ന്. ഈ സമയത്ത് ജിയാങ്ങും പറയുന്നുണ്ട്, എൻ്റെ അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ ഞങ്ങളുടെ പേരിലെ കുറ്റം ആരോപിച്ചാൽ ഞങ്ങൾ മിണ്ടാതിരിക്കണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെയാണ് അവളെ തട്ടിക്കൊണ്ടുപോയത്. ജിയാങ്ങിന്റെ അച്ഛനാവട്ടെ അവൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ ആ വീതിയിലേക്ക് കടന്നു വരുന്നു.
ഹീറോയിനെ കണ്ടയുടനെ തന്നെ ജിയാങ് പറയുന്നുണ്ട്, നീ എന്തിനാണ് എൻ്റെ അച്ഛനെ നിന്നെ കിഡ്നാപ്പ് ചെയ്തെന്നൊക്കെ പറഞ്ഞ് കള്ളത്തരം പറയുന്നതെന്ന് ചോദിച്ച് അവളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, നീയൊക്കെ എന്തിനാണ് നടിക്കുന്നത്, നീയൊക്കെ ചേർന്ന് തന്നെയല്ലേ എന്നെ തട്ടിക്കൊണ്ട് പോയേന്ന്, ഇപ്പോൾ നല്ല പിള്ള ചമയം ശ്രമിക്കുകയാണോ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. ഈ സമയം അവിടെയുള്ള ഗസ്റ്റുകളും പറയുന്നുണ്ട്, ജിയാങ്ങിന് ഹീറോയെ വിവാഹം കഴിക്കാൻ സാധിച്ചിരുന്നില്ലല്ലോ, അവളായിരുന്നല്ലോ അയാളുടെ ഫിയാൻസി. സി ആവട്ടെ ജിയാങ്ങിനെക്കാട്ടിലും വളരെ സുന്ദരിയാണ്, അതുകൊണ്ട് അവള് തന്നെയായിരിക്കും ഹീറോയിനെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ അവർ ഗോസിപ്പ് പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് ജിയാങ്ങിന്റെ അച്ഛനാവട്ടെ വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിനെ അയാൾ അടിക്കാനായി കൈയോർത്തുന്നുണ്ടെങ്കിലും ഹീറോ അത് തടയുന്നു. ഈ സമയത്ത് ജിയാങ്ങിന്റെ അച്ഛൻ പറയുന്നുണ്ട്, ഇവളെ പോലെ ഒരു വൃത്തികെട്ട പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, അതുമാത്രമല്ല അവളുടെ അമ്മ നേരെ ചൊവ്വേ അവളെ വളർത്തിയിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് പറയുന്നു. ജിയാങ്ങും ഈ സമയത്ത് പറയുന്നുണ്ട്, ഇവളുടെ അമ്മയും വളരെ മോശക്കാരികളാണെന്ന് തോന്നുന്നു എന്നൊക്കെ. ഈ സമയത്ത് ദേഷ്യം വന്ന ഹീറോയിനാവട്ടെ അവളുടെ കരണത്തൊരെണ്ണം കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ജിയാങ്ങിന്റെ അച്ഛനാവട്ടെ എന്റെ മുൻപിൽ വെച്ച് തന്നെ എന്റെ മകളെ അടിക്കുന്നു എന്ന് ദേഷ്യത്തോടെ അവളോട് ചോദിക്കുന്നുണ്ട്. ഹീറോ ആവട്ടെ ജിയാങ്ങിന്റെ അച്ഛനെയും അടിക്കുന്നുണ്ട്. ഗസ്റ്റുകളൊക്കെ എന്തിനാണ് ഇവരെ ഇങ്ങനത്തെ രീതിയിൽ ഇൻസൾട്ട് ചെയ്യുന്നതെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിന്റെ കയ്യിലെ മൂ ഫാമിലിയിലെ മോതിരം അവർ കാണാനിടയാവുന്നു. സി മൂ ഫാമിലിയിലെ അംഗമാണോ എന്ന് കരുതി അവിടെയുള്ളവരൊക്കെ കുശലം പറയാൻ തുടങ്ങുന്നു. സിയാങ് ഈ സമയത്ത് പറയുന്നുണ്ട്, അച്ഛാ ചിലപ്പോൾ ഈ മോതിരം ഫേക്ക് ആയിരിക്കും, അല്ലാതെ ഇവളെ പോലെ ഒരുത്തി എങ്ങനെയാണ് മൂ ഫാമിലിയിലെ അംഗമാവുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. സിയാങ്ങിന്റെ അച്ഛനും ശരിവെച്ചു കൊടുക്കുന്നുണ്ട്, ഇവള് ചിലപ്പോൾ ആക്ട് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ ഇവളെ പോലെ ഒരുത്തി എങ്ങനെ മൂ ഫാമിലിയിലെ അംഗമാവുമെന്നൊക്കെ അയാളും പറയുന്നുണ്ട്. ഈ സമയത്ത് ജിയാങ്ങിന്റെ അച്ഛൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ ഏൽപ്പിച്ച ആൾക്കാർ വിളിക്കുന്നുണ്ട്. അയാളാവട്ടെ ഉടനെ ചിരിക്കാൻ ഒരുങ്ങുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിന്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുമെന്ന് അയാൾ പറയുന്നുണ്ട്. സി മൂ ഫാമിലിയിലെ അംഗമല്ലെന്നും ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കലുണ്ടെന്നും അയാൾ പറയുന്നു. അതിനുശേഷം വീണ്ടും അയാൾ കോളിലേക്ക് കടക്കുന്നുണ്ട്. മൂ ഫാമിലിയിലെ അനന്തരാവകാശി ആരാണെന്ന് അയാൾ ചോദിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത ആള് പറയുന്നുണ്ട്, അയാളുടെ എക്സ് മരിച്ചുപോയി എന്ന്. ഇത് കേട്ടതും അയാൾ വളരെ ഷോക്ക് ആവുന്നുണ്ട്. അതിനുശേഷം അവളുടെ മകൾ ആരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് മുത്തശ്ശൻ കയറി വരുന്നുണ്ട്. അയാളെ കാണുന്ന സിയാങ്ങിന്റെ അച്ഛനാവട്ടെ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. നിങ്ങൾ എന്താ ഇവിടെ എന്ന് അയാളോട് ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മകൾ മരിച്ചുപോയെന്നും ഇവളല്ല അനന്തരാവകാശി, ഇവള് കള്ളത്തരം പറയുകയാണെന്നും ഒക്കെ സിയാങ്ങിന്റെ അച്ഛൻ പറയുന്നു. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നീ മിണ്ടാതെ വായടച്ചോ, നീ അധികം ഒന്നും പറയാതിരിക്കുന്നതായിരിക്കും നല്ലത്. എന്റെ മകൾക്ക് ഭ്രാന്തായിരുന്നു, നിന്നെ പോലെ ഒരുത്തനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് അവൾ ഒറ്റ കാലിൽ നിൽക്കുകയായിരുന്നല്ലോ. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റ് എന്റെ മകളെ വീട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു എന്നുള്ളതാണ്. ഹീറോയിനാണ് എന്റെ ഒരേ ഒരു കൊച്ചുമകൾ. എന്റെ കൊച്ചുമകൾ ആണെന്നറിയാതല്ലേ നീ അവളെ കിഡ്നാപ്പ് ചെയ്തതെന്ന് മുത്തശ്ശൻ ചോദിക്കുന്നു. ജോർജ് ആവട്ടെ ഇതൊക്കെ കേട്ടിട്ട് ഷോക്ക് ആവുന്നുണ്ട്. നിങ്ങൾ എന്താ അങ്കിൾ ഈ പറഞ്ഞു വരുന്നതെന്ന് അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ ആവട്ടെ, ഇത് അല്ലേ നിങ്ങൾ എന്റെ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ആ പെൻഡന്റ് നിലത്തേക്ക് വലിച്ചെറിയുന്നു. ആ ജെയ്ഡ് പെൻഡന്റ് ഒത്തു നോക്കുമ്പോൾ അത് തന്റെ മകളാണെന്ന് അയാൾക്ക് മനസ്സിലാവുന്നു. എന്റെ മകളാണെന്ന് അറിയാതെയാണ് കിഡ്നാപ്പ് ചെയ്തത്, എന്നോട് ക്ഷമിക്കൂ എന്നൊക്കെ അയാൾ കരഞ്ഞുകൊണ്ട് അവളോട് പറയുന്നുണ്ട്. ഇങ്ങനെ ക്ഷമിക്കണമേ എന്ന് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അയാൾക്ക് തലചുറ്റൽ അനുഭവപ്പെടുകയും ജിയാങ് അയാളെ അവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അങ്ങനെ ഗൂബിനും സിസിയും ഒക്കെ പാർട്ടി എൻജോയ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. മുത്തശ്ശൻ ആവട്ടെ അവൾക്ക് ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ വെളിയിലേക്ക് വരുന്ന ജിയാങ്ങിനെ അവളുടെ അച്ഛനെയാണ് കാണിക്കുന്നത്. അയാൾ ആവട്ടെ അവളെ തള്ളിക്കളയുന്നുണ്ട്. നീ കാരണമാണ് എനിക്ക് സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവള് കാരണമല്ലേ ഹീറോയിനെ കിഡ്നാപ്പ് ചെയ്തത്, അതിനെ പറ്റിയാണ് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് ജിയാങ് ആവട്ടെ നല്ലപോലെ അഭിനയിച്ച് തകർക്കുന്നുണ്ട്. അവൾ എന്റെ സഹോദരിയാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞ് അയാളുടെ കാലിൽ വീണ് അവൾ അപേക്ഷിക്കുന്നുണ്ട്. പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഹീറോയിൻ ആവട്ടെ നന്നായി ഡ്രിങ്ക്സ് അടിച്ചിട്ട് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ ബോധമില്ലാത്ത ഹീറോയിനെയും കൊണ്ടാണ് അവൻ വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും വേറെ വേറെ മുറിയിലല്ലേ കിടക്കുന്നത്, നിങ്ങൾ ഹസ്ബൻഡും വൈഫല്ലേ, നിങ്ങൾക്ക് ഒരു മുറി ഉപയോഗിച്ചൂടെ എന്നൊക്കെ ചോദിക്കുന്നു. എനിക്ക് ഉടനെ തന്നെ 2 പേരക്കുട്ടികളെ വേണം, അതിന് നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് പറഞ്ഞ് ഹീറോയുടെ തലയ്ക്ക് അയാൾ ഒരു കൊട്ടു കൊടുക്കുന്നു. ഹീറോയ്ക്ക് ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും അയാളുടെ മുറിയിലേക്ക് തന്നെ ഹീറോയിനെ അയാൾ കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് ഹീറോ അവളോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ പറഞ്ഞൊന്നും നീ കാര്യമാക്കണ്ട, നീ നിന്റെ മുറിയിലേക്ക് പൊക്കോളൂ എന്ന്. ഈ സമയത്ത് ഹീറോയിൻ പറയുന്നുണ്ട്, എനിക്കൊരു സെക്കൻഡ് ബേബി വേണം, നമുക്കെന്താ ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, നിനക്ക് പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ എനിക്കും പ്രശ്നമില്ല എന്ന്. അങ്ങനെ ഹീറോയിനും ഹീറോയും കൂടി കിസ് ചെയ്യുന്നുണ്ട്. അന്നത്തെ ആ രാത്രി അവർ രണ്ടുപേരും ഒന്നായി തന്നെയാണ് ഇരിക്കുന്നത്. പിറ്റേ ദിവസം ഹീറോ ആവട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുന്ന സമയത്ത് മുത്തശ്ശൻ കുഞ്ഞിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ അവളോട് ചോദിക്കുന്നുണ്ട്, അടുത്ത പേരക്കുട്ടിക്കായിട്ട് നിങ്ങൾ റെഡി ആയോ എന്ന്. ഓ ഈ മുത്തശ്ശന്റെ ഒരു കാര്യം, അവിടെ കാണാൻ പോയിരുന്ന കുഞ്ഞിനെ നോക്ക് എന്ന് പറഞ്ഞ് അവൻ മുത്തശ്ശനെ അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട്. മുത്തശ്ശൻ പോയതിനു ശേഷം ഹീറോയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് കോള് വന്നിരുന്നത്. ഹീറോയിന്റെ അമ്മയുടെ മരണം ഒരു ഓർഡിനറി കാർ ആക്സിഡന്റ് ആയിട്ട് തോന്നില്ല, ആരോ മനഃപൂർവ്വം അവരെ ഇടിച്ചതുപോലെ തോന്നുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും ഈ കേസ് ഫർദർ ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്നും ആരാണ് ഹീറോയിന്റെ അമ്മയെ കൊല്ലാൻ ഇടവരുത്തിയെന്നുള്ള കാരണങ്ങൾ കണ്ടുപിടിക്കണമെന്നും പോലീസുകാരോട് ഹീറോ ആവശ്യപ്പെടുന്നുണ്ട്. കോള് സംസാരിച്ച് കട്ടിയതിനു ശേഷം ഹീറോയിൻ അങ്ങോട്ടേക്ക് കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇന്നലെ രാത്രി ഡ്രിങ്ക്സ് അടിച്ചിട്ട് എന്തൊക്കെയാ ചെയ്തെന്നുള്ള കാര്യങ്ങൾ അവൾക്ക് ഓർമ്മയില്ല എന്ന് ഹീറോയുടെ അടുത്ത് പറയുന്നുണ്ട്. ഗൂബിൻ ഈ സമയത്ത് അതിശയത്തോടെ
അവളോട് ചോദിക്കുന്നുണ്ട്, നിനക്ക് ഒരു കാര്യം ഓർമ്മയില്ലേ, ഇന്നലെ നീ എൻ്റെ കൂടെ രണ്ടാമതൊരു കുഞ്ഞും കൂടി വേണമെന്ന് പറഞ്ഞു, അങ്ങനെ നമ്മൾ റൊമാൻസ് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ ഹീറോയിന് വല്ലാത്ത ചമ്മൽ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, നീ ഇങ്ങനെ ചമ്മണ്ട കാര്യമൊന്നുമില്ല, നമ്മൾ ഹസ്ബൻഡും വൈഫും അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവളെ ആശ്വാസപ്പെടുത്തുന്നു. ഹീറോ ഈ സമയത്ത് അവൾ എപ്പോഴാണ് അവളുടെ കമ്പനിയിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഹീറോയിൻ ഈ സമയത്ത് പറയുന്നുണ്ട്, ഞാനിപ്പോൾ നിങ്ങളുടെ കമ്പനിയിൽ ഒരു ഇന്ത്യനായി വർക്ക് ചെയ്ത് തുടങ്ങിയതല്ലേ ഉള്ളൂ, ആദ്യം ആ ജോലിയൊക്കെ നന്നായി ഒന്ന് പഠിക്കട്ടെ, അതിനുശേഷം മോ ഫാമിലിയിലെ കമ്പനിയിൽ പോയി വർക്ക് ചെയ്യാമെന്ന് പറയുന്നു. അങ്ങനെ ഹീറോയിനെ അവിടെ ജിയാങ്ങിന്റെ അച്ഛൻ വിളിച്ചിട്ട് എനിക്ക് ഒരു ചാൻസും കൂടി തരണം, അച്ഛന് നിന്നെ കാണണമെന്ന് പറഞ്ഞ് ഹീറോയിനോട് ആവശ്യപ്പെടുന്നുണ്ട്. ഹീറോയിനും അയാളെ കാണാമെന്ന് സമ്മതിക്കുന്നുണ്ട്. ഈ സമയത്ത് ജിയാങ് സംശയത്തോടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അവളുമായിട്ട് ഒത്തുചേരാൻ തീരുമാനിച്ചിരിക്കുകയാണോ എന്ന്. ഇത് കേട്ടത് ജിയാങ്ങിന്റെ അച്ഛൻ അവളെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നുണ്ട്. നീ പഠിപ്പിലും മോശക്കാരിയാണ്, അതുപോലെ ബിസിനസ്സിലും നിനക്കൊരു കാര്യവും അറിയത്തുമില്ല, ഇങ്ങനെ ഒരുത്തി എങ്ങനെയാണോ എന്റെ മകളായിട്ട് ജനിച്ചതെന്ന് അയാൾ പറഞ്ഞ് അവളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. ജിയാങ്ങിന് ഇത് കേട്ടപ്പോൾ ഭയവും അതുപോലെ തന്നെ ദേഷ്യവും വരുന്നുണ്ട്. ചിലപ്പോൾ അയാൾ അവളെ കഴുത്തിന് പിടിച്ച് വെളിയിലേക്ക് ആക്കുമോ എന്ന് വരെ അവൾ പേടിക്കുന്നുണ്ട്. സി ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹീറോ ആവട്ടെ തന്റെ ഓഫീസിലേക്ക് വരാൻ അവളോട് ആവശ്യപ്പെടുന്നു. അവള് മുറിയിൽ പോയി നോക്കുമ്പോൾ ആവട്ടെ ഹീറോ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡയമണ്ട് റിംഗ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ട് ഹീറോയും വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ഈ സമയത്ത് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, ഇതൊക്കെ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങി വെച്ചിരിക്കുന്ന ഡയമണ്ട് റിംഗ്സ് ആണെന്ന് പറയുന്നു. ഈ സമയത്ത് അസിസ്റ്റന്റ് പറയുന്നുണ്ട്, അതെ നിങ്ങൾക്ക് തന്നെയാണ്, നിങ്ങളെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്നെ ഹീറോ ഇതൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുകയാണെന്ന് അവളോട് പറയുന്നു. അങ്ങനെ ഈ സമയത്ത് ഹീറോ മുറിയിലേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ അസിസ്റ്റന്റ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഉടനടി തന്നെ ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് ഈ ജുവൽസ് ഒക്കെ അവൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട്. അവൾ ഈ സമയത്ത് പറയുന്നുണ്ട്, എല്ലാ റിംഗ്സും എനിക്ക് ഇഷ്ടമായിരിക്കുന്നു, പക്ഷേ ഈ ഒരു റിംഗ് മാത്രം മതി എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒരെണ്ണം എടുക്കുന്നു. ഹീറോയുടെ മുത്തശ്ശനും അതുപോലെ ഹീറോയിന്റെ മുത്തശ്ശനും അവരുടെ മാരേജിനെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, അവന്റെ സ്വത്തുക്കളെല്ലാം ഹീറോയിന്റെ പേർക്ക് ഇതിനോടൊക്കെ തന്നെ മാറ്റിയിരിക്കുന്നു എന്ന്. ഹീറോയിന്റെ മുത്തശ്ശനും പറയുന്നുണ്ട്, നീ വളരെ നല്ല പയ്യനാണെന്ന് തോന്നല്ലോ, ഉടനടി തന്നെ നിങ്ങളുടെ വിവാഹം നടത്തി തരാമെന്ന്. അവിടുത്തെ സീൻ കട്ടിയിട്ട് നമ്മുടെ ഹീറോയിനാവട്ടെ അവളുടെ അച്ഛനെ കാണാൻ പോകുന്നുണ്ടായിരുന്നു. അയാളാവട്ടെ നല്ല പിള്ളയെ പോലെ അവളോട് അഭിനയിക്കുന്നുണ്ട്. ഈ സമയത്ത് അയാൾ പറയുന്നുണ്ട്, അയാൾക്കും അതുപോലെ ഹീറോയിന്റെ അമ്മയ്ക്കും ഇടയിൽ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായതുകൊണ്ടാണ് അവരുടെ ബന്ധം നിലനിൽക്കാതെ പോയതെന്നും അവളുടെ അമ്മയെ സിൻസിയർ ആയിട്ടാണ് പ്രണയിച്ചെന്നൊക്കെ പറയുന്നു. ഈ സമയത്ത് ഹീറോയിൻ വളരെ ദേഷ്യത്തോടെ അയാളോട് പറയുന്നുണ്ട്, മര്യാദയ്ക്ക് വായടച്ചോ, നിങ്ങൾ അങ്ങനെ സിൻസിയർ ആയിട്ടാണ് എൻ്റെ അമ്മയെ പ്രണയിച്ചിരുന്നെങ്കിൽ നിങ്ങൾ മറ്റുള്ള സ്ത്രീകളുമായി അഫെയറിലാവുമായിരുന്നു. ഇപ്പോൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ച് അതിലൊരു കുട്ടിയെ നിങ്ങൾക്കില്ലേ, അവളല്ലേ ജിയാങ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോർജ് അടുത്ത ഇടവ് ഇറക്കുന്നുണ്ട്. എന്റെ ജീവിതത്തിൽ ഒരുപാട് പെൺകുട്ടികൾ വന്നിട്ടുണ്ടെങ്കിലും നിന്റെ അമ്മയെ മാത്രമേ ഞാൻ സിൻസിയറായി സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് അയാൾ പറയുന്നു. തനിക്ക് ഒരു ചാൻസും കൂടി തരുവോ, ഗോപനുമായിട്ട് നിന്റെ വിവാഹം ഉടനടി കാണുമെന്ന് കേട്ടല്ലോ, നിന്റെ വിവാഹം കാണണമെന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടെന്നൊക്കെ പറയുമ്പോൾ അവളാവട്ടെ തന്റെ വിവാഹം കാണാൻ അങ്ങോട്ടേക്ക് വരാൻ അയാളെ ക്ഷണിക്കുന്നുണ്ട്. അങ്ങനെ ഹീറോയുടെയും ഹീറോയിൻ്റെയും വെഡ്ഡിംഗ് ദിവസമാണ് കാണിക്കുന്നത്. ഹീറോ അവളുടെ അടുത്ത് വന്നിട്ട് അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കിസ് ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോഴേക്കും അവിടെ നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട്, ഇപ്പോഴേ കിസ് ചെയ്യാൻ പാടില്ല, വെഡ്ഡിങ്ങിന്റെ സെറിമണി നടക്കുമ്പോഴേ കിസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ. ഹീറോയിന്റെ വിവാഹത്തിനാവട്ടെ അവളുടെ അച്ഛനും അതുപോലെ സഹോദരിയായ ജിയാങ്ങും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ജിയാങ് ആവട്ടെ അവളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയാണ് വന്നിരിക്കുന്നത്. എന്നാൽ വേദിയിലേക്ക് ബോഡി ഗാർഡ്സ് അവരെ കടത്തിവിടുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ഹീറോയുടെ അസിസ്റ്റന്റ് വന്നിട്ടാണ് അവരെ അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അവിടെയുള്ള ഗസ്റ്റുകളൊക്കെ അയാൾ എങ്ങനെയാണ് അകത്തേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് ജോർജ് ഒരു കുസലുമില്ലാതെ പറയുന്നുണ്ട്, ഞാനാണ് സിസിയുടെ അച്ഛൻ, അപ്പോൾ ഞാനല്ലേ മുൻപിൽ നിന്ന് ഈ വിവാഹം നടത്തി കൊടുക്കേണ്ടതെന്നൊക്കെ. അങ്ങനെ ജോർജിനെ കാണുന്ന ഹീറോയിൻ ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളോട് മാത്രമല്ലേ ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞത്, അല്ലാതെ ഈ കൊലയാളിയായ ജിയാങ്ങിനെ കൊണ്ടുവരാൻ പറഞ്ഞു എന്ന് ചോദിക്കുന്നു. ഈ സമയത്ത് ജിയാങ് വീണ്ടും നടിക്കാൻ ആരംഭിക്കുന്നു. നീ എന്തൊക്കെയായി പറയുന്നത്, ഞാൻ കൊലയാളിയോ, ഞാൻ ആരെ കൊന്നായി പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട്, നീ നടിക്കുകയൊന്നും വേണ്ട, എൻ്റെ അമ്മയെ കാർ അടിപ്പിച്ച് കൊന്നത് നീ തന്നെയല്ലേ, അതിനുള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ടെന്ന് പറയുന്നു. ഇത് കേട്ടതും ജോർജ് വളരെ ഷോക്ക് ആവുന്നുണ്ട്. എടി പാബി, നീയാണോ എൻ്റെ എക്സിനെ കൊന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ കരണത്തൊരടി ജോർജ് കൊടുക്കുന്നുണ്ട്. അവളെ അറസ്റ്റ് ചെയ്യാനായി പോലീസ് ഈ സമയത്ത് വരുന്നുണ്ട്. എന്നിരുന്നാലും അവള് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് അവിടെ ഇരുന്ന് നടിക്കുന്നുണ്ട്. ഈ സമയത്ത് അവളൊരു കൂട്ടുകാരുടെ അടുത്ത് നിന്നിട്ട് ഈ കേസ് അവളെ ഏറ്റെടുക്ക്, അവളെ എങ്ങനെയും രക്ഷിച്ചോളാം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടയുടനെ ജിയാങ്ങിന്റെ ഫ്രണ്ട് ആവട്ടെ അന്ന് മദ്യലഹരിയിൽ ആ പെൺകുട്ടിയാണ് ജിയാങ്ങിന്റെ കാർ ഓടിച്ച് ആ സ്ത്രീയെ കൊന്നതെന്ന് കള്ളം പറയുന്നു. ഈ സമയത്ത് ഹീറോ പറയുന്നുണ്ട്, ഫിംഗർ പ്രിന്റ് ടെസ്റ്റ് ചെയ്താൽ ആരാണ് അന്ന് ശരിക്കും കാർ ഓടിച്ചതെന്ന് അറിയാൻ പറ്റുമല്ലോ എന്ന്. പോലീസ് ജിയാങ്ങിന്റെ ഫ്രണ്ടിന്റെ വിരൽ ടെസ്റ്റ് ചെയ്യാൻ ഒരുങ്ങിയ സമയം കൊണ്ട് ജിയാങ് ആവട്ടെ തനിക്ക് ബാത്റൂം യൂസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. ഗാർഡ്സ് അവളെ ഫോളോ ചെയ്ത് റെസ്റ്റ് റൂമിന് അടുത്ത് വരെ വരുന്നുണ്ട്. ഈ സമയത്ത് റെസ്റ്റ് റൂമിൽ കയറിയ അവളാവട്ടെ ഒരു ജോലിക്കാരിയുടെ വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുന്നു. ജിയാങ്ങിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ജോർജ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവള് ഇങ്ങനെ ചെയ്യുന്നൊരു വിശ്വാസം അയാൾക്കില്ലായിരുന്നു. ഈ സമയത്ത് തന്നെ സിസിയുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വരുന്നു. അയാളെ കണ്ടയുടനെ തന്നെ ജോർജ് ആവട്ടെ അയാളുടെ കാൽക്കൽ ചെന്നിരുന്ന് മാപ്പ് അപേക്ഷിക്കുന്നു. നിങ്ങളുടെ മകളുടെ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ല എന്ന് പറഞ്ഞാണ് അയാൾ കരഞ്ഞ് അപേക്ഷിക്കുന്നത്. ഈ സമയത്ത് തന്നെ ഫിംഗർ പ്രിന്റ് പരിശോധന ഫലം വരികയും സിയാങ്ങിന്റെ കൂട്ടുകാരിയല്ല കുറ്റവാളിയെന്നും സിയാങ് തന്നെയാണ് കുറ്റവാളിയെന്നും കണ്ടെത്തുന്നു.
വേലക്കാരിയുടെ വേഷം ധരിച്ച് സിയാങ് അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബോഡി ഗാർഡ്സ് അവളെ അവിടേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട്. അവളുടെ അച്ഛനാവട്ടെ അവളെ ഒരുപാട് അടിക്കുന്നുണ്ട്. അയാളുടെ മകളായിരിക്കാൻ അവൾക്ക് അർഹതയില്ലെന്നും പറയുന്നു. ഇത് കേട്ട് അവള് പറയുന്നുണ്ട്, നീ ഒരു നല്ല മനുഷ്യൻ പോലും അല്ല, പിന്നെ നിനക്കെങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു? നീ എന്റെ അമ്മയെ വിവാഹം കഴിച്ചിട്ടും എത്രയോ പെണ്ണുങ്ങളുമായി അഫെയറിലായിരുന്നു. നീ ഒരുപാട് നല്ല പിള്ളയായിട്ടൊന്നും ചമയണ്ട, അധികം നാള് നിനക്ക് ആയുസില്ല എന്ന് പറയുന്നു. ഈ സമയത്ത് തന്നെ സിയാങ്ങിന്റെ അച്ഛന് വയ്യാതാവുന്നുണ്ട്. അയാളെ ഉടനടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അയാൾക്ക് എയ്ഡ്സ് ആണെന്ന് ഡോക്ടർ പറയുന്നു. അതുമാത്രമല്ല, ഇപ്പോൾ അയാൾക്ക് ഫൈനൽ സ്റ്റേജ് ആണെന്നും അധിക നാൾ ആയുസില്ല എന്നും ഡോക്ടർ പറയുന്നു. അതേസമയം തന്നെ ഗോപിന്റെ സിസിയുടെ വിവാഹം നല്ല ഗ്രാൻഡായി തന്നെ നടക്കുന്നു. ഹീറോ അവളുടെ കയ്യിലേക്ക് മോതിരം ഇട്ടുകൊടുത്തിട്ട് അവളെ കിസ് ചെയ്യാൻ ആരംഭിക്കുന്നു. വിവാഹരാത്രി ആയപ്പോഴേക്കും ഗോപിനാവട്ടെ സിസി എടുത്ത് റൊമാൻസിനായി വരുന്നുണ്ട്. ഈ സമയത്ത് അവളാവട്ടെ തനിക്ക് പീരീഡ്സ് ആണെന്ന് പറഞ്ഞവനെ തടയുന്നു. ഇത് കേട്ടതും ഹീറോ ആവട്ടെ അയ്യോ എന്ന് പറഞ്ഞ് മൂഡ് ഔട്ട് ആവുന്നുണ്ട്. അപ്പോഴേക്കും ഹീറോയിനാവട്ടെ ഉടനടി അവനെ കിസ് ചെയ്യുന്നു. ഹീറോയിന്റെ മുത്തശ്ശനാവട്ടെ ഈ സമയം കൊണ്ട് ഒരു നൈറ്റ് പാർട്ടിയിൽ എത്തിയിരിക്കുകയായിരുന്നു. അവിടെയുള്ള ഗേൾസ് ഒക്കെ ഈ മുത്തശ്ശൻ എന്തിനാ ഈ പാർട്ടിയിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് കുശലം പറയുന്നുണ്ട്. ഹീറോയിന്റെ മുത്തശ്ശനാവട്ടെ ഉടനടി അവിടെയുള്ള ഗേൾസിനെ എല്ലാം വിളിച്ചു കൂട്ടുന്നുണ്ട്. എനിക്കൊരു കൊച്ചുമകനുണ്ട്, അവൻ ഗേൾസിന്റെ കാര്യത്തില് വീക്കാണോ എന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നു. ആരായിരിക്കും എന്റെ കൊച്ചുമകനെ സെഡ്യൂസ് ചെയ്യാൻ പോണേന്ന് അയാൾ ചോദിക്കുന്ന സമയത്ത് ഒരു പെൺകുട്ടി ചാടി കയറി അവൾ തയ്യാറാണെന്ന് പറയുന്നു. ഈ സമയത്ത് മുത്തശ്ശന്റെ PA ചോദിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ ആവശ്യം ഇപ്പോൾ ഉണ്ടോ എന്ന്. ഈ സമയത്ത് മുത്തശ്ശൻ പറയുന്നുണ്ട്, എന്റെ മകളെ പറ്റിച്ചതുപോലെ എന്റെ പേരക്കുട്ടിയാരും പറ്റിക്കാൻ പാടില്ല. അവളുടെ അമ്മയ്ക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം ഗോപിന്റെ കാര്യത്തിൽ അവൾക്കും പറ്റാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഗോപിൻ നല്ലവനാണോ ചതിയനാണോ എന്നൊക്കെ തിരിച്ചറിയാൻ ചെക്ക് ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് PA എടുത്ത് അയാൾ പറയുന്നു. അവിടെ നിന്ന് സീൻ കട്ട് ചെയ്തിട്ട് നമ്മുടെ ഹീറോയിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. ഹീറോ ഈ സമയത്ത് ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, തനിക്ക് അത്യാവശ്യമായി ഒരു ബിസിനസ് ട്രിപ്പ് പോകേണ്ട കാര്യമുണ്ടെന്ന്. അപ്പോൾ ഹീറോയിനും പറയുന്നുണ്ട്, ബിസിനസ് ട്രിപ്പിന് പോയിട്ട് വാ, അതിനുശേഷം അവർക്ക് ഹണിമൂണിന് പോകാമെന്ന്. അങ്ങനെ ഗോപിൻ തനിയെ തന്നെ ബിസിനസ് ട്രിപ്പിന് പോകുന്നുണ്ട്. അവൻ ഹോട്ടലിൽ ബുക്ക് ചെയ്തിരിക്കുന്ന റൂമിൽ ഈ സമയം ഒരു പെൺകുട്ടി അവനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് കയറി വരുന്നു. അത് വേറെ ആരുമായിരുന്നില്ല, സിസിയുടെ മുത്തശ്ശൻ ഏർപ്പാടാക്കിയിരുന്ന പെൺകുട്ടിയായിരുന്നു. അവള് അയാൾക്ക് ബിസിനസ് ട്രിപ്പിന് വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയ അസിസ്റ്റന്റ് എന്നുള്ള രീതിയിലാണ് അയാളോട് പെരുമാറിയിരുന്നത്. അവൾ അങ്ങനെ ഹീറോയുടെ മുറി കാണിച്ചു കൊടുക്കാന്നുള്ള വ്യാജേനെ അവളുടെ മുറിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശന് അവൾ മെസ്സേജ് അയക്കുന്നുമുണ്ട്, ഹീറോ തന്നോടൊപ്പം തന്റെ മുറിയിലുണ്ടെന്ന്. ഈ സമയത്ത് മുത്തശ്ശൻ ഹീറോയിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഗോപിൻ ഒറ്റയ്ക്കല്ലേ ബിസിനസ് ട്രിപ്പ് പോയിരിക്കുന്നത്, നീയും അവന്റെ കൂടെ പോ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവൻ ബിസിനസ് ട്രിപ്പിന് പോയിരിക്കുന്ന അതേ സ്ഥലത്തേക്ക് തന്നെ അവളെയും പറഞ്ഞു വിടുന്നു. അങ്ങനെ ഹീറോ ഉണ്ടായിരുന്ന ഹോട്ടൽ മുറിയിലേക്ക് ഹീറോയിനും കയറി പോകുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയുടെ കോട്ടും അതുപോലെ ചെരുപ്പും ഒക്കെ അവിടെ ഇവിടെയായിട്ട് കിടക്കുന്നതായി അവൾ കാണുന്നു. അതുമാത്രമല്ല, ബെഡിൽ ഒരു പെൺകുട്ടിയെ ബന്ധിച്ചിട്ടിരിക്കുന്നതും കാണുന്നുണ്ട്. ഹീറോയുടെ റൂമിൽ ആ പെൺകുട്ടിയെ കാണുമ്പോൾ തന്നെ ഹീറോയിൻ വല്ലാതെ ഷോക്ക് ആവുന്നുണ്ട്. ആരാ നിന്നെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിയാവട്ടെ നിന്റെ ഭർത്താവ് തന്നെയാണ് തന്നെ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് അവൾ പറയുന്നു. ഇത് കേട്ട ഹീറോയിനാവട്ടെ വളരെ ദേഷ്യത്തോടെ റെസ്റ്റ് റൂമിലിരുന്ന ഹീറോയെ പിടിച്ചു വലിച്ച് പുറത്തേക്കിറക്കി അവന്റെ കരണത്താൽ ഒരടി കൊടുക്കുന്നുണ്ട്. സിസി അവനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നു, ഇതിനായിട്ടാണോ നിങ്ങൾ ബിസിനസ് ട്രിപ്പ് എന്നും പറഞ്ഞ് ഇറങ്ങിയെന്നൊക്കെ അവനോട് ചോദിക്കുന്നുണ്ട്. ഹീറോ ഈ സമയത്ത് പറയുന്നുണ്ട്, ഇവൾക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ഞാൻ ഇവിടെ വെച്ചാണ് ഇവളെ ആദ്യമായാണ് കാണുന്നത്, ഇവൾ എന്നെ സെഡ്യൂസ് ചെയ്യാൻ ശ്രമിച്ചു, ഇവളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇവളുടെ കൈയും കാലും കെട്ടിവെച്ച് വായിൽ തുണി തിരികെയെന്ന് പറയുന്നു. തന്റെ ഭർത്താവ് പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ആ സ്ത്രീയോട് അവൾ ചോദിക്കുമ്പോൾ അവര് പറയുന്നത് തന്നെ കെട്ടിവെച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ഡബിൾ മീനിങ്ങിൽ അവളോട് പറയുന്നു. സിസി, നീ ഇവള് പറയുന്നൊന്നും വിശ്വസിക്കില്ലേ, ഇവള് കള്ളമായി പറയുന്നത്, എനിക്ക് ഇവളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ആരോ എന്നെ ട്രാപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അവളുടെ ഫോൺ ചെക്ക് ചെയ്യാനായിട്ട് ഹീറോ എടുത്ത് നോക്കുമ്പോഴാണ് ആ പെൺകുട്ടിയുടെ ഫോണിൽ മുത്തശ്ശൻ വിളിച്ചിരിക്കുന്നതായിട്ട് അവൻ കണ്ടെത്തുന്നത്. ഉടനടി തന്നെ അത് ഹീറോയിന് കൈമാറുന്നുമുണ്ട്. മുത്തശ്ശനാണ് ഈ സ്ത്രീയെ ഇങ്ങനെ ഒരു കാര്യത്തിന് ഏർപ്പാടാക്കിയിരിക്കുന്നുള്ള വിവരം അവരിരുവർക്കും മനസ്സിലാവുന്നു. ഹീറോ ആ പെൺകുട്ടിയോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മുത്തശ്ശനാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സത്യം ആ പെൺകുട്ടി വെളിപ്പെടുത്തുന്നു. മുത്തശ്ശൻ തന്റെ ഹസ്ബൻഡിനെ ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് മനസ്സിലാക്കിയ ഹീറോയിനാട്ടെ വളരെ ദേഷ്യത്തോടെ തന്നെ അയാളോട് ചോദിക്കാനായി അവിടെ നിന്ന് പോകാൻ പുറപ്പെടുന്നു. അങ്ങനെ ഹീറോയിനെ ആവട്ടെ ഹീറോ സ്റ്റോപ്പ് ചെയ്തിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്, അത് കുഴപ്പമില്ല എന്ന്. ഈ സമയത്ത് ഹീറോയിൻ അവനോട് മാപ്പ് പറയുന്നുണ്ട്, അവനെ അടിച്ചില്ലേ അതിന് വേണ്ടിയിട്ട്. അവൾ സോറി പറഞ്ഞിട്ട് അവന് വേദനിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട്, നീ അടിച്ചത് എനിക്ക് വേദനിച്ചില്ല, പക്ഷെ നീ എന്നെ തെറ്റിദ്ധരിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് എനിക്ക് കൂടുതൽ വേദനിച്ചു എന്ന് പറയുന്നു. അങ്ങനെ അവർ സന്തോഷത്തോടെ തന്നെ അവിടുന്ന് തിരികെ അവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. എന്നിരുന്നാലും അവൾ മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് തന്റെ ഭർത്താവിനോട് ഇങ്ങനെ ചെയ്തേന്ന്. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, തന്റെ മകളോ ഒന്നും ആലോചിക്കാതെ ഒരുത്തനെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് ചാടിയിറങ്ങി പുറപ്പെട്ടു, അവസാനം അവനാൽ തന്നെ ചതിക്കപ്പെടുകയും ചെയ്തു. ഇപ്പോൾ നിനക്കും ആ ഗതി വരാൻ പാടില്ല, നിന്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തേ എന്ന് മുത്തശ്ശൻ പറയുമ്പോൾ ഹീറോ പറയുന്നുണ്ട്,
നിങ്ങൾ ചെയ്തത് നല്ലതിന് തന്നെയാണ്, പക്ഷേ ഞാൻ നിങ്ങൾ കരുതുന്ന പോലെ ഒരു മോശക്കാരനല്ല എന്ന് പറയുന്നു. ഈ സമയത്ത് ഹീറോയിനും അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു. ഈ ടൈമിൽ മുത്തശ്ശനും അത് ശരിവെച്ചു കൊടുക്കുന്നു. ഹീറോ നല്ലൊരു പയ്യൻ തന്നെയാണെന്ന് പറയുകയും ചെയ്യുന്നു. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയുടെ ബർത്ത്ഡേ ആയിരുന്നു. അവന് വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് തയ്യാറാക്കുകയായിരുന്നു ഹീറോയിൻ. അടുത്ത് തന്നെ മുത്തശ്ശനും ഉണ്ടായിരുന്നു. അവൻ ഇതുവരെ ഓഫീസിൽ നിന്ന് വന്നില്ലേ എന്ന് അയാൾ തിരക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഹീറോ ഓഫീസിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അവൾ ഉടനടി തന്നെ ഹാപ്പി ബർത്ത്ഡേ മൈ ഡിയർ ഹസ്ബൻഡ് എന്ന് അവനോട് പറയുന്നുണ്ട്. അവൾ വിഷ് ചെയ്തപ്പോൾ മാത്രമാണ് അന്ന് അവന്റെ ബർത്ത്ഡേ ആണെന്നുള്ള കാര്യം അവൻ ഓർക്കുന്നത്. അവൻ അവളോട് ഇന്ന് തന്റെ ബർത്ത്ഡേ എന്നുള്ള കാര്യം മറന്നുപോയി എന്ന് തന്നെ പറയുന്നുണ്ട്. ഈ സമയത്ത് അവൾ പറയുന്നുണ്ട് അവന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്ന്. എന്ത് ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞ് അവനത് നോക്കാൻ പോകുന്നുണ്ട്. ആ ടേബിളിലാവട്ടെ ഹീറോയിൻ പ്രഗ്നന്റ് ആണെന്നുള്ള റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അത് കണ്ടതും ഹീറോയ്ക്ക് വളരെ സന്തോഷമാവുന്നുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് ഹീറോയിനെ ഹഗ് ചെയ്തിട്ട് കിസ് ചെയ്യുന്നു. ഇതോടെ ഈ ഡ്രാമ അവസാനിച്ചിരിക്കുന്നു. ഡ്രാമ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു ഡ്രാമയുമായി ഉടനടി തന്നെ കാണാം. വീണ്ടും കാണും വരെ ബൈ ബൈ.